ഭാഗവത യജ്ഞത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീമൽ ഭാഗവതം ഭാരതീയരെ സംബന്ധിച്ച് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പുരാണമാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പുരാണം. അത് ഈ 2009 എന്താ അതിനൊരു പ്രസക്തി എന്നൊരു സംശയം നമുക്ക് ഉള്ളിലുണ്ടാവാം. കാരണം പുരാണങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിലെ കഥകൾ പറയുന്നതല്ലേ. പിന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഭഗവാന്റെ അവതാര കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഭഗവാൻ മത്സ്യമായിട്ട് അവതരിച്ചു, കൂർമ്മയായിട്ട് അവതരിച്ചു, അതുപോലെ വരാഹായിട്ട് അവതരിച്ചു, നരസിംഹമായിട്ട് അവതരിച്ചു. ഈ കഥകളൊക്കെ മുത്തശ്ശിമാരിൽ നിന്നോ അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കഥകളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ പ്രയോജനപ്പെടുക എന്നൊരു ചോദ്യം എല്ലാ മനുഷ്യ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് ഭാഗവതം സജ്ജനങ്ങളിലൂടെ കേൾക്കുമ്പോൾ, ഗുരുക്കന്മാരിലൂടെ കേൾക്കുമ്പോൾ ഭാഗവതത്തിന്റെ പ്രസക്തി ഈ വെറും കഥകൾ മാത്രമല്ല, മനുഷ്യ മനസ്സിനെ വളരെ ആഴത്തിൽ അപഗ്രഥിച്ച, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ, ശക്തിയും കഴിവും സാധ്യതകളും മനസ്സിലാക്കിയ മഹാത്മാക്കള് അവര് കണ്ടെത്തിയ ജീവിത സത്യങ്ങളാണ് ഭാഗവതത്തിലുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ എന്തെല്ലാം മാറ്റം വരുത്തിയാൽ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാം എന്നതും, പല കഴിവുകളും പല ശക്തികളിൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന് നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിപ്പിച്ച് നമ്മളെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്നൊരു ഗ്രന്ഥമാണ് ഭാഗവതം എന്ന് നമുക്ക് ഭാഗവതം ശരിക്കും മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ സുകൃതികളാണ്, ഭാഗ്യം ചെയ്തവരാണ്. നമുക്ക് ഭാഗവതത്തെ മുഴുവൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇവിടെ വലിയൊരു ഭാഗ്യം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് എറണാകുളം കരയോഗം. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ഭാഗവതത്തെ ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ഉള്ളിലേക്ക്, ഇന്നത്തെ പ്രശ്നങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം എന്നും ഒരു വലിയൊരു താല്പര്യം കൊണ്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പ്രഭാഷണ പരമ്പര, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു വിപ്ലവം, മാറ്റത്തിന്റെ വിപ്ലവം വരുത്താൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ശ്രീമൽ ഭാഗവതമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ പലരും അനവധി പ്രഭാഷണങ്ങൾ കേട്ടവരാണ്, ഒരുപാട് തവണ സപ്താഹങ്ങൾ കേട്ടവരാണ്. ആദ്യമായൊരപേക്ഷ, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കി വയ്ക്കും. ഇതുവരെ കേട്ടതൊക്കെ ഒന്ന് മാറ്റി നിർത്തും, മനസ്സിനെ കാലിയാക്കും. വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു തുറന്ന മനസ്സോടുകൂടിയിട്ട് നിങ്ങൾ കേൾക്കണം. തുറന്ന മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സ്വാമി? അതെന്ത് മനസ്സാ? ഒരു കഥ കേട്ടിട്ടുണ്ട് ഞാൻ, 2 ഉറുമ്പുകളുടെ കഥ. ഒരു അമ്മിണി ഉറുമ്പും ഒരു സുന്ദരി ഉറുമ്പും സുഹൃത്തുക്കളായിരുന്നു അത്രേ. അങ്ങനെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്ന കാലം, നല്ലവണ്ണം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ചുറുചുറുക്കുള്ള സുന്ദരികളായിട്ട് അമ്മിണിയും സുന്ദരിയും നടക്കുന്ന കാലം, പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി. 2 പേരും ഒഴുകിപ്പോയി. ഒഴുകി എത്തിച്ചേർന്നത് ഒരു ഉപ്പു ഫാക്ടറിയിലാണ്, ഉപ്പുണ്ടാക്കുന്ന സ്ഥലം. നിവൃത്തിയൊന്നുമില്ല. അമ്മിണി ഉറുമ്പ് പറഞ്ഞു, ഉപ്പെങ്കിലും ഉപ്പ് കഴിക്കാം. സുന്ദരി പറഞ്ഞു, പറ്റണില്ല. എന്തിനു പറയണോ? ഉറുമ്പ് ഉപ്പ് കഴിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? മെലിഞ്ഞു മെലിഞ്ഞു വരാൻ തുടങ്ങി 2 പേരും. എന്തിനു പറയുന്നു? ഭാഗ്യം വീണ്ടും വരെ കടാക്ഷിച്ചു. മറ്റൊരു വെള്ളപ്പൊക്കത്തിൽ ഇവർ 2 പേരും അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ എത്തിച്ചേർന്നത് ഷുഗർ ഫാക്ടറിയിലാണ്. പറയണ്ടല്ലോ. പക്ഷേ അമ്മിണി ഉറുമ്പ് തടിച്ചു വരാൻ തുടങ്ങി. സുന്ദരി അപ്പോഴും മെലിഞ്ഞിട്ട്
മെലിഞ്ഞു എന്ന് മാത്രമല്ല, ഒന്നുകൂടി മെലിയാൻ തുടങ്ങി. ആ മിണിയുറുമ്പ് ചോദിച്ചു, നിനക്കെന്ത് പറ്റിയില്ല? എനിക്ക് ഇതൊന്നും പിടിക്കണില്ല, വയറിന് പിടിക്കണില്ല. അതെന്താ? പഞ്ചസാര നമ്മുടെ ഭക്ഷണമല്ലേ, അത് പിടിക്കുമല്ലോ, നിനക്കെന്ത് പറ്റി? പറഞ്ഞു, എനിക്ക് പിടിക്കണില്ല. എന്തായാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വിചാരിച്ചു. ആരെ? സുന്ദരി ഉറുമ്പിനെ. ഏത് ഡോക്ടർ? ഡോക്ടർ ഉറുമ്പൻ. കൊണ്ടുപോയി. അവിടെ ചെന്ന് തറോ ചെക്കപ്പ്, MRP എല്ലാം ചെയ്തു നോക്കി. എന്താ കാണുന്നത് എന്നല്ലേ? നമ്മുടെ സുന്ദരി ഉറുമ്പ് വായില് നിറയെ ഉപ്പ് വെച്ചു വന്നിരിക്കുക. അന്നത്തെ ഉപ്പ് ഫാക്ടറിയിൽ നിന്ന് കഴിച്ച ഉപ്പുണ്ടല്ലോ, അപ്പോഴും എന്ത് വായില, അതിതുവരെ കളഞ്ഞിട്ടില്ല. ആ ഉപ്പ് വെച്ചിട്ടാണ് പഞ്ചസാര തട്ടുന്നത്. അതുകൊണ്ട് ഉപ്പും പഞ്ചസാരയും കൂടി അകത്തി എന്നപ്പോ ലൂസ് മോഷൻ. ആർക്ക്? സുന്ദരി ഉറുമ്പന്. ഡോക്ടർ ചോദിച്ചു, എന്തിനാ സുന്ദരി ഉറുമ്പെ നീ ഈ ഉപ്പെല്ലാം വെച്ച് നടക്കുന്നത്? പറയണം, കുറേ കാലമായിട്ട് ഉപ്പ് കഴിച്ച് പിന്നെ ഈ ഉപ്പിന്റെ രുചിയല്ലാതെ മറ്റൊന്നും പിടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഉപ്പ് വെച്ച് നടക്കുന്നത്. ഉറുമ്പൻ ഡോക്ടർ ഉപ്പെടുത്തെല്ലാം കളഞ്ഞ് പഞ്ചസാര കൊടുത്തു. ഒരാഴ്ച കൊണ്ട് തടി ശരിയായി. ഇതുപോലെ നമ്മുടെ ഉള്ളിലൊക്കെ കുറച്ച് ഉറുമ്പിന്റെ കഥ പറഞ്ഞ പോലെ ഉപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കും. ആ ഉപ്പുകളൊക്കെ കളഞ്ഞ് ഫ്രഷായിട്ട് കേൾക്കുക. ഈ ഭാഗവതം എന്ന് പറയുന്നതെല്ലാം ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണല്ലോ, അല്ലേ? അപ്പൊ നമ്മള് ഭാരതീയ സംസ്കാരത്തെ ആരംഭിക്കുക. എന്നിട്ടല്ലേ നമ്മൾ ഭാഗവതത്തിന്റെ സ്ഥാനം എന്താണെന്ന് നമുക്കറിയുള്ളൂ. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഭാരതീയ സംസ്കാരം മനസ്സിലാക്കണം. അതെന്തിനാണ്? കാരണം ഈ ഭാഗവതത്തിനെ കുറിച്ച് പലർക്കും പല രീതിയിലുള്ള തെറ്റായ ധാരണകളുണ്ട്. ചിലര് പറയുന്നു ഗീതയും ഭാഗവതവും വേറെ വേറെയാണ്. ചിലര് പറയുന്നു വേദവും ഭാഗവതവും വേറെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ പലർക്കുമുണ്ട്. അപ്പൊ ഈ ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവതത്തെ മാറ്റിവെക്കുന്നത്. കുറച്ചു നേരം ഭാരതീയ സംസ്കാരത്തെ നമ്മൾ നോക്കുക. ഭാരതീയ സംസ്കാരം, അങ്ങനെ ഒരു സംസ്കാരം ഉരുത്തിരിയുന്നതിന് മുമ്പ് ലോകത്തിൽ ആദ്യമായി മനുഷ്യ വിഭാഗം ഈ ഭാരതത്തിലൊക്കെ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു സംസ്കാരം ആദ്യമായി ഉരുത്തിരിഞ്ഞത്. എന്തായാലും ഇന്ന് ലോകത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളെക്കാളും പ്രാചീന സംസ്കാരം എന്ന് പറയുന്നത് ഏതാണ്? ഇസ്ലാം സംസ്കാരമായാലും ക്രിസ്ത്യൻ സംസ്കാരമായാലും ബുദ്ധ സംസ്കാരമായാലും മറ്റുള്ള സംസ്കാരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രാചീന സംസ്കാരം ആരുടേതാണ്? എല്ലാവരും ഉത്തരം പറയണേ. ഭാരതീയ സംസ്കാരം. സംശയമില്ലല്ലോ. അപ്പൊ ഭാരതത്തിലായിരിക്കണം മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾ വ്യാപരിച്ചിട്ടുണ്ടാവുക. ഏതായാലും അന്നും ഗ്രന്ഥങ്ങളൊന്നുമില്ലേ. ഞാൻ പറയുന്നത് വേദങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഭാഗവതമില്ല, ഇതിഹാസങ്ങളില്ല, വേദമില്ല, ഒന്നുമില്ല. ഹ്യൂമൻ എവല്യൂഷൻ തുടങ്ങിയ സമയം. അങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി. അവൻ അവന്റെ സർവൈവലിന് വേണ്ടി, സർവൈവൽ ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ആഹാരാദികൾ ശേഖരിക്കുന്നു. പിന്നെ അവന്റെ ഉള്ളിലുള്ള കാമവികാരങ്ങൾ കൊണ്ട് ഇണചേരുന്നു, പ്രത്യുൽപാദനം ചെയ്യുന്നു. പിന്നീട് അവന്റെ ജിജ്ഞാസ കൊണ്ട് അവൻ പലതും ഭൗതികമായി കണ്ടെത്തുന്നു. പക്ഷെ അവനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ അവനെ ചിന്തിപ്പിച്ചു കാണും, കുറച്ച് സൂക്ഷ്മമായിട്ട്. ഒന്നാമത്തത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, കൂടെയുള്ളവരുടെ മരണം ഉണ്ടാക്കുന്ന മാനസിക ആഘാതം, മനോവേദന. രണ്ടാമത്തത് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ഇടിവെട്ടുകളും മിന്നലുകളും അതുപോലെ തന്നെ കാട്ടുതീയും വെള്ളപ്പൊക്കവും അതുപോലെ വന്യമൃഗങ്ങളുടെ ഉപദ്രവവും ഉണ്ടാക്കുന്ന ഭയം. ഇത് രണ്ടും അവന്റെ മനസ്സിനെ അലട്ടുമ്പോൾ എവിടെയോ ഒരു ഇൻസെക്യൂരിറ്റി അവൻ ഫീൽ ചെയ്തിട്ടുണ്ടാവണം. ഈ ഇൻസെക്യൂരിറ്റി അവനെ കൂട്ടം കൂട്ടമായി ജീവിക്കാൻ, ഒരു കമ്മ്യൂണലായിട്ട് ജീവിക്കാൻ അവനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം, അല്ലെ? ഭയം വരുമ്പോഴാണല്ലോ നമ്മൾ
എന്ത് ചെയ്യാ? കൂട്ടം ആയിട്ട് നിൽക്കുക. ശബരിമലയിൽ ആന വരണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു ഗുരുസ്വാമിയുടെ കഥ കേട്ടിട്ടുണ്ട്. ഗുരുസ്വാമി കുറെ ആളുകളെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ പമ്പയിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കയറുന്ന സമയത്ത് ആരോ പറഞ്ഞു, ഒറ്റയാൻ വരുന്നുണ്ട്. ഉച്ചത്തിൽ അലറി ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു ഗുരുസ്വാമി 40 സ്വാമിമാരും ഉണ്ട്. ഗുരുസ്വാമിക്ക് നല്ല പ്രായമുണ്ടേ. അപ്പൊ ഗുരുസ്വാമിക്ക് മുട്ടുപറിക്കാൻ തുടങ്ങി. തന്റെ കൂടെയുള്ള ശിഷ്യന്മാർ ഓടിപ്പോവെന്ന് കരുതിയിട്ട് ഗുരുസ്വാമി ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ ശിഷ്യന്മാരെ ആരും ഓടിപ്പോവേണ്ടതില്ല, പേടിയുള്ളവരൊക്കെ എന്റെ ചുറ്റും നിന്നാണ് കൈകോർത്ത് പിടിച്ചു നിന്നോളൂ എന്ന്. അപ്പോഴാ ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഗുരുസ്വാമി നമ്മളെക്കാളും പേടിയുടെ ഉള്ളിലായിരിക്കുന്നത്. പേടിയുള്ളവരെന്റെ ചുറ്റും കൈകോർത്ത് പിടിച്ചു നിന്നോളൂ. ഇതുപോലെ ഭയം അവർക്കുണ്ടായിണ്ടാവാം. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു അന്വേഷണം വന്നിട്ടുണ്ടാവും. ഇതിനൊക്കെ എവിടെയെങ്കിലും ഒരു ശക്തി, ഒരു ധൈര്യം മനസ്സിന് കണ്ടെത്താൻ സാധിക്കില്ലേ? അതവനെ ഒരുപക്ഷെ പ്രകൃതിയെ ആരാധിക്കുന്നതിലേക്ക്, ഒരു ശക്തി കണ്ടെത്തുന്നതിലേക്ക് തിരിച്ചിട്ടുണ്ടാവണം. അങ്ങനെയായിരിക്കണം മനുഷ്യൻ ഈശ്വരനെ പ്രകൃതി ശക്തികളിലൂടെ, കാണാൻ പറ്റാത്ത ഈശ്വരനെ പ്രകൃതി ശക്തികളിലൂടെ ആരാധിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഈ ആരാധന കൊണ്ടൊന്നും അവന്റെ മനസ്സിന് സംതൃപ്തി വന്നിട്ടുണ്ടാവില്ല. അപ്പോഴായിരിക്കും അവന്റെ ഉള്ളിൽ ജിജ്ഞാസ വികസിച്ചത്. എന്തായിരിക്കണം ഭാരതീയ സംസ്കാരത്തെ ജനിപ്പിച്ച അതിഗംഭീരമായൊരു ജിജ്ഞാസ? നമ്മൾ ഉപനിഷത്തുകളിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, മനുഷ്യൻ നോക്കുന്ന സമയത്ത് അവൻ കാണുന്ന ഒരു അനുഭവം മരണമാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള ഏത് ജീവജാലങ്ങളെപ്പോലെ, ചെടികളെപ്പോലെ, മൃഗങ്ങളെപ്പോലെ അവന്റെ ശരീരവും ചീഞ്ഞളിഞ്ഞ് മണ്ണിലേക്ക് ചേരുന്നു. ചെടികളും അങ്ങനെ തന്നെയാണ്, മൃഗങ്ങളും അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങനെയാണ്. അപ്പൊ പ്രകൃതിയിലേക്ക് ചേരും എന്നതുകൊണ്ട് അവൻ മനസ്സിലാക്കി ഇതെല്ലാം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? പ്രകൃതിയിൽ നിന്നാണ്. അന്ന് മനുഷ്യൻ ഒരു പാഠം പഠിച്ചു കാണും, പ്രകൃതിയിൽ നിന്ന് വന്നതെല്ലാം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും. ഓർത്തു വയ്ക്കണേ, പ്രകൃതിയിൽ നിന്ന് വന്നതെല്ലാം പ്രകൃതിയിലേക്ക് പോകും. അവൻ അവിടം കൊണ്ടും നിന്നില്ല. അവന്റെ ജിജ്ഞാസ അടുത്തൊരു ചോദ്യത്തിലേക്കായിരുന്നു. എങ്കിൽ ഈ വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളുള്ള, ഭയവും ദുഃഖവും അനുഭവിച്ച, വ്യത്യസ്ത അറിവുകളും കഴിവുകളുമുള്ള ഈ മനസ്സ് എവിടെ നിന്ന് വന്നു? ചോദ്യം മനസ്സിലായോ? വ്യത്യസ്ത സ്വഭാവവിശേഷമുള്ള, അറിവും കഴിവുമുള്ള ഈ മനസ്സ് എവിടെ നിന്ന് വന്നു? ഈ ചോദ്യം അവരെ വളരെയധികം ചിന്തിപ്പിച്ച ചോദ്യമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഉറവിടെന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ നിന്നാണ്. മനസ്സ് എവിടെ നിന്ന് വന്നു? അപ്പൊ അവര് ചിന്തിച്ചു, മനസ്സ് വന്നത് പ്രകൃതിയിൽ നിന്നാവോ? മനസ്സ് വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാവോ? അവർക്ക് മനസ്സിലായി മനസ്സ് വന്നത് എവിടെ നിന്നല്ല, പ്രകൃതിയിൽ നിന്നല്ല. എന്തുകൊണ്ട് പ്രകൃതിയിൽ നിന്നല്ല? എന്തുകൊണ്ട് പ്രകൃതിയിൽ നിന്നല്ല? പ്രകൃതിയിൽ നിന്നായിരുന്നു എങ്കിൽ അത് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, പ്രകൃതിയിൽ നിന്ന് വന്നിരുന്നുവെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ് ഈ ശരീരം ഉരുത്തിരിഞ്ഞെങ്കിൽ, അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ് മനസ്സുരുത്തിരിഞ്ഞെങ്കിൽ, തീർച്ചയായിട്ടും ആ മനസ്സ് പരിപൂർണമായി അച്ഛന്റെയും അമ്മയുടെയും ഒരുപോലെയുള്ളതായിരിക്കണം, സ്വഭാവമുള്ളതായിരിക്കണം. അവര് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു അച്ഛനും അമ്മയ്ക്കും
4 കുട്ടികളുണ്ടെങ്കിൽ 4 പേരുടെയും മനസ്സൊരുപോലെയല്ല. അവര് കണ്ടെത്തിയ ഒരു വലിയ കണ്ടെത്തൽ വൈവിധ്യങ്ങളാണ് മനസ്സ്. എന്താണ്? ഒരു മനസ്സുപോലെ പരിപൂർണമായി മറ്റൊരു മനസ്സ് ഇവിടെ ഇല്ല. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് സമാനതകൾ ഉണ്ടെങ്കിലും, രാവിലെ ചായ കഴിക്കണോ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണോ, വൈകുന്നേരം ചായ കഴിക്കണോ, ഇത്തരത്തിലുള്ളൊക്കെ സമാനതകളൊക്കെ നമുക്കുണ്ടെങ്കിലും പരിപൂർണമായി ഒരാളുടെ സ്വഭാവം പോലെയല്ല മറ്റൊരാളുടെ സ്വഭാവം. ചോദിക്കട്ടെ ഒരു ചോദ്യം, നിങ്ങളുടെ അതേപോലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മൈൻഡ്, അതേ സ്വഭാവമുള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇതുവരെ ഈ ലോകത്തിൽ ഒരാൾക്കും, ഞാനിപ്പോ എത്രയോ സപ്താഹങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെയൊക്കെ ചോദിച്ചിട്ട് അവർ ഉത്തരം പറഞ്ഞില്ല എന്നാണ്. ഇനിയിപ്പോ എറണാകുളത്തായിട്ട് ഉണ്ടാവും തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഒരു മനസ്സുപോലെ വേറൊരു മനസ്സ് ഇല്ല. അപ്പൊ പിന്നെ ഈ മനസ്സ് എവിടെ നിന്ന് വന്നു? ഇതായിരുന്നു ഋഷിമാരെ അലട്ടിയ ചോദ്യം. ഹിന്ദു മതത്തിന്റെ കാതലായ ചോദ്യമാണ് ഈ ചോദ്യം. വാട്ട് ഈസ് ഹിന്ദു റിലീജിയൻ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഇന്ത്യൻ കൾച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതീയ സംസ്കാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതാണ്: മനസ്സ് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അപ്പൊ എവിടുന്നാ മനസ്സ് വന്നത്? നമ്മൾ ഉത്തരം ഇപ്പോഴും കണ്ടെത്തിയില്ലല്ലോ. പ്രകൃതിയിൽ നിന്നല്ല. സാധാരണ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയാ ആള് മരിച്ചു പോയിട്ടോ. എങ്ങോട്ട് പോയി? ട്രിവാൻഡ്രത്തേക്കോ? ആള് മരിച്ചുപോയി. എങ്ങോട്ട് പോയി? എങ്ങടാ പോയതെന്നറിയില്ല, പക്ഷെ ആള് മരിച്ചുപോയി. ഈ മരിച്ചുപോയി എന്ന് പറയുന്നത് എന്താ പോയത്? ശരീരം പോയോ? ഈ ശരീരം അവിടെ കിടക്കുന്നില്ലേ? പോട്ടെ, നമ്മൾ തൽക്കാലം എങ്ങനെ എടുക്കുക. അപ്പൊ നിങ്ങൾ ജീവൻ എന്ന് പറയും, ആത്മാവെന്ന് പറയും, പ്രാണൻ എന്ന് പറയും, ഒക്കെ പറഞ്ഞോളൂ. പക്ഷെ മനസ്സുണ്ടോ? അതില് മനസ്സുണ്ടോ? ആദ്യം ജീവനല്ല പോകുന്നത്. ഈവൻ മെഡിക്കൽ സയൻസിലൊക്കെ നിങ്ങൾ ഡോക്ടർമാര് പറയുന്നത്, പിന്നെ ഇന്ന് അനുഭവമാണല്ലോ, പണ്ടത്തെക്കാളും അനുഭവമല്ലേ നമുക്ക്. ഡോക്ടർമാര് പറയുന്നു വേണ്ടല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കണ്ണും അയാളുടെ കിഡ്നിയും എടുക്കാലോ, ഇല്ലേ? എത്ര സമയം കൊണ്ട് എടുക്കണം? 3 മണിക്കൂർ വെച്ചു. ഈ 3 മണിക്കൂറിന്റെ ഉള്ളിൽ അയാളുടെ കിഡ്നിയും ഹാർട്ടൊക്കെ എടുത്ത് മാറ്റാം, കണ്ണൊക്കെ എടുക്കാം. പക്ഷെ ഈ 3 മണിക്കൂർ അയാളുടെ ശരീരം കീറി മുറിക്കുമ്പോ അയാൾക്ക് പെയിൻ അറിയൂ? അപ്പൊ എന്താ ഇല്ലാത്തത്? കീറി മുറിച്ചാൽ അയാൾക്ക് പെയിൻ ഇല്ല, പക്ഷെ അയാളിൽ അപ്പോഴും എന്തുണ്ട്? കൺഫ്യൂഷൻ ആയല്ലോ നിങ്ങള്. ജീവനാണോ മനസ്സാണോ? നിങ്ങളെ ബോധം കെടുത്തിയാൽ, നിങ്ങളെ കീറി മുറിക്കുമ്പോ നിങ്ങളുടെ ജീവനുണ്ടോ മനസ്സുണ്ടോ? മനസ്സുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയുന്നില്ല, അല്ലേ? ജീവനുണ്ട്, പക്ഷെ നിങ്ങൾ വേദന അറിയുന്നു. ഇതുപോലെ മരിച്ച ആ വ്യക്തിയെ കീറി മുറിച്ച് വല്ലതൊക്കെ എടുക്കുന്ന സമയത്ത് അയാൾക്ക് അതെടുക്കാൻ സാധിക്കുന്ന അതില് ജീവനുള്ളതുകൊണ്ടാണ്. പക്ഷെ അതിലെന്തില്ല. അപ്പൊ ആദ്യം വിട്ടുപോകുന്നത് ആരാണ്? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാ പറയുന്നത്രേ, ഈ മൃഗങ്ങളെയൊക്കെ കൊന്ന് പെട്ടെന്ന് വേവിച്ചു കഴിക്കുമ്പോഴേ അതിനെ കൊന്ന പാവം നമുക്കുണ്ട് എന്ന്. അതുകൊണ്ട് നമുക്കൊരു സിദ്ധാന്തമുണ്ട്. എന്ത്? കൊന്നാ പാപം കഴിഞ്ഞല്ലോ പണി. ഇനിയിപ്പൊ അതിന്റെ പാപം നമുക്കില്ലല്ലോ. അപ്പോ മനസ്സ് ആദ്യം പോണു, പിന്നെയാണ് ജീവന്റെ പ്രകടനമില്ലാതെയാവും. നിൽക്കട്ടെ, അപ്പൊ മനസ്സ് പോയി എന്ന് പറയണം. എവിടേക്ക് പോയി മനസ്സ്? എന്തിനു പോയി മനസ്സ്? ഇതാണ് അവര് ചിന്തിപ്പിച്ചിട്ടുണ്ടാവുക, ഈ വിഷയങ്ങളൊക്കെ.
അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരായില്ല ഇപ്പോഴും. എന്താ ചോദ്യം? മനസ്സ് എവിടെ നിന്ന് വന്നു, ഇപ്പൊ എവിടേക്ക് പോയി? ഇതാണ് ഭാരതീയ സംസ്കാരം. അപ്പോ അവര് ചിന്തിച്ചത്, അവര് മനസ്സിലാക്കിയത്, എളുപ്പം അതിനൊരു ഉത്തരം അവര് കണ്ടെത്തിയത്, ശരീരം പ്രകൃതിയിലേക്ക് പോവാൻ കാരണം എന്തായിരിക്കണം? അത് പ്രകൃതിയിൽ നിന്ന് വന്നു, അതിനെ നിലനിർത്തുന്നതും. അപ്പൊ ഈ ശരീരത്തെ നിലനിർത്താൻ നമുക്ക് പ്രകൃതിയിൽ നിന്ന് 5 സാധനങ്ങൾ വേണം. എന്തൊക്കെയായിരിക്കണം? ആഹാരം വേണം. ഇതാര് തരണം? ഭൂമി തരണം. അപ്പൊ ഈ ശരീരത്തിൽ നിലനിൽക്കാൻ ആരുടെ ആവശ്യമുണ്ട്? ഭൂമിയുടെ. കുടിക്കാൻ വെള്ളം വേണം, അത് പ്രകൃതി തരണം. പിന്നെ ശ്വസിക്കാൻ വായു വേണം. ഈ ശരീരത്തിൽ ആഹാരാദികൾ ദഹിക്കാൻ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ അഗ്നി വേണം. പിന്നെ ഈ ശരീരത്തിന് സഞ്ചരിക്കാൻ പുറത്തും അകത്തും ഭക്ഷണമുള്ളിൽ എത്തണമെങ്കിലൊക്കെ സ്പേസ് വേണം. അപ്പൊ ഈ ശരീരത്തിന് നിലനിൽക്കാൻ ആരൊക്കെ വേണം? ഭൂമി വേണം, വെള്ളം വേണം, അഗ്നി വേണം, വായു വേണം, ആകാശം. ഇതിനെ വിളിക്കുന്നത് പഞ്ചഭൂതങ്ങൾ. അപ്പൊ ശരീരം പഞ്ചഭൂതത്തിൽ നിന്ന് വന്നു, പഞ്ചഭൂതത്താൽ നിലനിർത്തി ശരീരം തിരിച്ചു പോകുന്നത് പഞ്ചഭൂതത്തിലേക്ക് ആണല്ലോ. എന്നാൽ മനസ്സിനെ നിലനിർത്തുന്നത് ഈ പഞ്ചഭൂതാണോ? ആണോ? അല്ല. അതെങ്ങനെ മനസ്സിലായി? ശരീരം ഇല്ലാതിരിക്കുമ്പോഴും മനസ്സ് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ശരീരം മരിച്ചു കഴിഞ്ഞാൽ നമ്മള് ശരീരം വിട്ടുപോയി എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം ചിന്തിക്കും നിങ്ങൾ. ചോദ്യം ഇതാണ്: ശരീരം ഇല്ലാതെയും ശരീരബോധമില്ലാതെയും മനസ്സ് നിലനിൽക്കുമോ? അപ്പൊ ശരീരബോധമില്ലാതെയും മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? പഞ്ചഭൂതങ്ങളല്ല. ശരീരമില്ലാതെയും ആര് നിലനിൽക്കുന്നുണ്ട്? മനസ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആരാണ് ഈ മനസ്സിനെ നിലനിർത്തുന്നത്? അപ്പോ അവര് മനസ്സിലാക്കി, വളരെ ശ്രദ്ധിച്ച് പറയുന്നത്, മനസ്സ് ഉറങ്ങുന്നുണ്ട്, ഉണരുന്നുണ്ട്, ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ആരാണോ മനസ്സിനെ ഉണർത്തുന്നത്, ആരാണോ മനസ്സിനെ ഉണർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്, ഏതൊരു ശക്തിയാണോ മനസ്സ് ഉറങ്ങുമ്പോഴും അതിനെ നിലനിർത്തുന്നത്, അത് തന്നെയായിരിക്കണം മനസ്സിന്റെ ഉറവിടം. ഒന്നുകൂടി വ്യക്താക്കാം. നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ശരീരമാണോ ഉണരുന്നത് അതോ മനസ്സാണോ? അപ്പോ ശരീരം ഉണരുന്നതിന് മുമ്പ് ആര് ഉണരണം? രാവിലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഉണരണ്ടേ, സമയത്ത് കുറച്ചുകൂടി കിടക്കാം. സൺഡേ ഒക്കെ ആണെങ്കിൽ ആകെ സൺഡേ ആണ് മനസ്സിൽ, അല്ലേ? ഇന്ന് സൺഡേ അല്ലേ, എന്തിനാ എണീക്കണേ? എന്നാലും എണീക്കുകയാണ്, ശീലമുള്ളതല്ലേ, കുറച്ചു പാടും. ഇന്നെല്ലാം ഡിസ്കഷൻ, ഒരു ഗീത ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളില്. അർജുന ശ്രീകൃഷ്ണ സംവാദമൊക്കെ. ഉത്തിഷ്ഠാന്ന് ബുദ്ധി പറയുമ്പോ മനസ്സ് പറയും കിടന്നോളൂ. എളുപ്പം അങ്ങനെയുണ്ട്. ശരി, മനസ്സിനെ ഉണർത്തിയതോ? മനസ്സും ബുദ്ധിയൊക്കെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മൾ എത്തിച്ചേരുന്നത് മരിച്ച ശരീരത്തിൽ ഉണരാത്തതിന് കാരണം, മരിച്ച ഒരു ബോഡിയിൽ മനസ്സ് ഉണരാത്തതിന് കാരണം ആ ശരീരത്തിൽ ഒരു ചൈതന്യ തേജസ്സില്ല. നമ്മുടെ ശരീരത്തിൽ മനസ്സുണരാൻ കാരണം ഒരു ചൈതന്യമുള്ളത് കൊണ്ടാണ്. ചൈതന്യമുണ്ടെങ്കിലേ മനസ്സിന് ഉണരാൻ സാധിക്കുകയുള്ളൂ. ചൈതന്യമുണ്ടെങ്കിലേ മനസ്സിനുണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ചൈതന്യമുണ്ടെങ്കിലേ മനസ്സിന് ഉറക്കത്തിലും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നമ്മുടെ പൂർവികന്മാര് മനസ്സിലാക്കി, മനസ്സിന്റെ ഉറവിടം അതിനെ ഉണർത്തുന്ന, അതിനെ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്ന, അത് ഉറങ്ങിയാലും അത് നിലനിർത്തുന്ന ചൈതന്യമാണ്. ആ ചൈതന്യത്തെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു,
ഇത് തന്നെയാണ് ഈശ്വരൻ. ഇത് തന്നെയാണ് ഈശ്വരൻ. ഏതാണ് ഈശ്വരൻ? എങ്ങനെയുള്ള ചൈതന്യം? ഉണർത്തി പ്രവർത്തിപ്പിക്കുന്ന, ഉറക്കത്തിലും അതിനെ നിലനിർത്തുന്ന ശക്തിയാണ് ഈശ്വരൻ. ഋഷി ഉറക്ക വിളിച്ചു പറഞ്ഞു, ഇത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. ഇതിനെയാണ് ബ്രഹ്മം, ഇതാണ് സത്യം. ഇതിൽ നിന്ന് അന്യമായൊരു സത്യം വേറെയില്ല. അതുകൊണ്ട് ഋഷിയുടെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകള് മയ്യേവ സകലം ജാതം മയി സർവം പ്രവർത്തിതം മയി സർവം ലയം യാതി തദ്ബ്രഹ്മാത്വയമസ്മ്യഹം. മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം മയി സർവം ലയം യാതി തദ്ബ്രഹ്മ അദ്വയമസ്മ്യഹം. ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ മനസ്സുണർന്നു വന്നത്, ഏതൊരു ചൈതന്യമുള്ളതുകൊണ്ടാണോ മനസ്സ് ഉണർന്ന് പ്രവർത്തിച്ചത്, ഏതൊരു ചൈതന്യമുള്ളതുകൊണ്ടാണോ ഉറക്കത്തിലും മനസ്സ് നിലനിന്നത്, ആ സത്യത്തെയാണ് ഈശ്വരൻ എന്ന് വിളിച്ചത്. വേദത്തിൽ ഋഷീശ്വരന്മാര് പുരുഷൻ എന്നുള്ള ശബ്ദമാണ് അതിനുപയോഗിച്ചത്. അപ്പോ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് മനസ്സുണർന്നത്, ചൈതന്യമുള്ളതുകൊണ്ടാണ് മനസ്സുണർന്ന് പ്രവർത്തിച്ചത്, ചൈതന്യമുള്ളതുകൊണ്ടാണ് മനസ്സ് ഉറക്കത്തിലും നിലനിൽക്കുന്നത്. വളരെ ശ്രദ്ധിക്കണേ. ശരീരം പ്രകൃതിയിലേക്ക് പോവാൻ കാരണം അത് വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ മനസ്സ് വന്നിരിക്കുന്നത് ചൈതന്യത്തിൽ നിന്നാണെങ്കിൽ അത് തിരിച്ചു പോവേണ്ടതും ചൈതന്യത്തിൽ. ഇതിനെയാണ് അവര് മോക്ഷം എന്ന് പറഞ്ഞത്. മോക്ഷം എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന് വന്നുവോ അതിലേക്ക് തന്നെ തിരിച്ചു പോകണം. ശരീരം പ്രകൃതിയിലേക്ക് പോകണം, മനസ്സ് അത് വന്നിരിക്കുന്ന ചൈതന്യത്തിലേക്ക്. ഋഷി ഉറക്കെ വിളിച്ചു പറയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ. പൂർണ്ണമത, ഈ ശരീരവും പൂർണ്ണമാവണം. പൂർണ്ണമിതം, ഏതും പൂർണ്ണമാവണം. ശരീരം പ്രകൃതിയിലേക്ക് ചേരുമ്പോ പൂർണ്ണമായി. നിങ്ങളുടെ യാത്ര പൂർണ്ണമാവണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വന്നു അവിടെ എത്തിച്ചേരണം, അല്ലേ? ഇതുപോലെ നമ്മുടെ ശരീരത്തിന്റെ യാത്ര പൂർണ്ണമാവുന്നത് അത് പ്രകൃതിയിൽ നിന്ന് വന്നതാണെങ്കിൽ അവിടെ എത്തിച്ചേരുമ്പോഴാണെങ്കിൽ, മനസ്സിന്റെ യാത്ര പൂർണ്ണമാവുന്നത് അത് ചൈതന്യത്തിൽ നിന്ന് വന്നതാണെങ്കിൽ, അതുകൊണ്ട് ഋഷി പറഞ്ഞു പൂർണ്ണമത പൂർണ്ണമിതം, അതും പൂർണ്ണമാവണം. അതും എന്ന് പറഞ്ഞാൽ ശരീരം, ഇതം എന്ന് പറഞ്ഞാൽ മനസ്സ്. പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യതേ. അവസാനം അവശേഷിക്കുന്നത് പൂർണ്ണത മാത്രം. ഇന്നത്തെ മോഡേൺ സയൻസ് നിൽക്കുന്നതും ദ ടോട്ടൽ വാല്യൂ ഓഫ് എനർജീസ് ഓൾവേസ് ഈസ് ഈക്വൽ ടു 0. അതെപ്പോഴും പൂജ്യാവസ്ഥയിൽ, സാമ്യാവസ്ഥയിൽ തന്നെയായിരിക്കും. ഇതാണ് ഋഷീശ്വരന്മാര് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം. ഇതാണ് ഹിന്ദുമതത്തിന്റെ കാതൽ. അതുകൊണ്ട് അവര് പറഞ്ഞു, ശ്രദ്ധിക്കണേ, ആ ചൈതന്യം ഒരിക്കലും നാശമില്ലാത്തതാണ്, അനശ്വരമാണ്, അത് അതീവ ശക്തിയുള്ളതാണ്, തേജസ്സാർന്നതാണ്. അതുകൊണ്ട് അതിനെ അവര് സനാതനം എന്ന് വിളിച്ചു. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാതെ. ഇവിടെ മനസ്സ് എത്തിച്ചേരേണ്ടത് നാശമില്ലാത്ത ഒന്നിലേക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഋഷീശ്വരന്മാരുടെ അനുഭവമാണ്, അവരനുഭവിച്ച അനുഭവത്തിന്റെ വാക്കുകളുടെ പ്രകടനമാണ് വേദം എന്ന് പറയുന്നത്. അങ്ങനെയാണ് വേദമുണ്ടായത്. വേദം എന്നുള്ള ശബ്ദത്തിനർത്ഥം അറിവിന്റെ അനുഭവങ്ങളുടെ പ്രകടനമാണ്, അറിവിന്റെ രൂപത്തിലുള്ള പ്രകടനമാണ് വേദം.
വേദം എന്നുള്ള ശബ്ദത്തിന് വിത് എന്ന ധാതുവിൽ നിന്നാണ് ആ ശബ്ദം ഉണ്ടാവുന്നത്. വിത് എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. അവരുടെ ഉള്ളിലുണ്ടായ അനുഭവങ്ങളുടെ അറിവിന്റെ പ്രകടനമാണ് വേദം. മനസ്സിലായില്ലേ? എന്താ അറിവ്? ശരീരം വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്, മനസ്സ് വന്നിരിക്കുന്നത് ചൈതന്യത്തിലാണ്. അപ്പൊ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു ചിന്തകള്, ബുദ്ധിയുടെയും മറ്റും ചിന്തകള്, അത് ചൈതന്യത്തിൽ നിന്ന് വന്നു. അത് തിരിച്ചു പോവേണ്ടതും ചൈതന്യത്തിലേക്കാണ്. ഇവിടെ കൊണ്ട് കഴിഞ്ഞോ കാര്യങ്ങള്? ഇല്ല, സംഗതി പൂർണ്ണമായിട്ടില്ല. അപ്പൊ അവരുടെ ഉള്ളിലൊരു ചോദ്യം, ശരീരം താനെ പ്രകൃതിയിലേക്ക് പോയിക്കോളും, അതിന് മെനക്കെടലുണ്ടോ? നിങ്ങൾ അമ്പലത്തിൽ പോയാലും അമ്പലത്തിൽ പോയില്ലെങ്കിലും ശരീരം മണ്ണിലേക്ക് പോവില്ലേ? ഏതെങ്കിലും ശരീരം പറയൂ, ഞാൻ ഗുരുവായൂരെല്ലാം മാസം തൊഴുന്നതാണ്, അതുകൊണ്ട് ഞാൻ മണ്ണിലേക്ക് പോവില്ല പറയൂ? നിങ്ങൾ വഴിപാടുകൾ കഴിച്ചാലും വഴിപാടുകൾ കഴിച്ചില്ലെങ്കിൽ മണ്ണിലേക്ക് പോവില്ലേ? ഒരു ഹിന്ദുവിന്റെ ശരീരം മാത്രമേ മണ്ണിലേക്ക് പോവുള്ളൂ? മുസ്ലിമിന്റെയും പോവും, ഇന്നലെ വന്ന നമ്മുടെ തിരുമേനിയുടെയും പോവും, നമ്മുടെ തിരുമേനിയുടെയും പോവും, എല്ലാ തിരുമേനിയുടെയും പോവും. അതിന് ജാതിയില്ല, മതമില്ല, സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമില്ല, വല്ലതുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മള് ഈ മെനക്കെടലുകളൊക്കെ മെനക്കെടൽ എന്തിനാ? എന്തായാലും അത് മണ്ണിലേക്ക് പോകും. ചിലവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് പോവരുതേന്നാ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും മെനക്കെട്ടൊന്നും കാര്യമൊന്നുമില്ല, പോയേ പറ്റുള്ളൂ. അത് പ്രകൃതിയുടെ സ്വഭാവം അല്ലേ? അപ്പൊ പിന്നെ ഈ മനസ്സും സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോയിക്കോളില്ലേ? ആരിലേക്ക്? ഏതുപോലെ? നമുക്ക് മെനക്കടലൊന്നുമില്ലല്ലോ. അവർക്ക് മനസ്സിലായി അങ്ങനെയൊന്നും മനസ്സ് എവിടെ എത്തിച്ചേരില്ല. അതെങ്ങനെ മനസ്സിലായി? ശരീരം പ്രകൃതിയിലേക്ക് ചേർന്നു എങ്കിൽ പിന്നൊരിക്കലും അത് അതേ രൂപത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല. ഉണ്ടല്ലോ. എന്നാൽ ഇവിടെ വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത അറിവുകളും കഴിവുകളും ആളുകളിൽ കാണുന്നു എങ്കിൽ, അതൊരു അച്ഛനും അമ്മയും തന്നതല്ലെങ്കിൽ, അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പരിപൂർണമായി വന്നതല്ലെങ്കിൽ, അത് പിന്നീട് എവിടുന്ന് വന്നു? ശ്രദ്ധിക്കൂ. നമ്മിൽ ഓരോരുത്തരിലുമുള്ള സ്വഭാവം പ്രകൃതിയിൽ നിന്നല്ല വന്നത്. പിന്നെ എവിടെ നിന്നല്ല വന്നത്? പരിപൂർണമായി ആരിൽ നിന്നല്ല വന്നത്? അച്ഛനിൽ നിന്നും. അപ്പൊ പിന്നെ എവിടുന്ന് വന്നു? അപ്പൊ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, അത് വന്നിരിക്കുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്നു. കാരണം സയൻസിന്റെ ഒരു നിയമം എന്താന്ന് വെച്ചാൽ, ശൂന്യതയിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഉള്ളതിൽ നിന്നേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. If there is no gold, we cannot make any ornament. അല്ലേ? കുറെ നാളികേരം എടുത്ത് ആട്ടിയാലേ, കൊപ്രയെടുത്ത് ആട്ടിയാലേ വെളിച്ചെണ്ണ വരികയുള്ളൂ. അല്ലേ? കുറെ എള്ളെടുത്ത് ആട്ടിയാലേ എണ്ണ വരികയുള്ളൂ. കുറെ മണലെടുത്ത് ആട്ടിയേ വരൂ. കാരണം അതില് കുറെ വെള്ളം എടുത്തിട്ട് കടഞ്ഞാൽ വെണ്ണ വരുമോ? കാരണം വെള്ളത്തിൽ വെണ്ണയില്ല. അപ്പൊ ഉള്ളതിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ, നമ്മുടെ മനസ്സ് വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങൾ ഉള്ളതാണെങ്കിൽ അത് നേരത്തെ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു എങ്കിൽ അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അതവിടെ എത്തിച്ചിട്ടില്ല എങ്കിൽ അതെത്തുകയുമില്ല. അതെത്തിയിട്ടില്ല എങ്കിൽ വീണ്ടും വരേണ്ടതുണ്ട്. ക്ലിയർ ആണോ? ഇതിനെയാണ് അവര് പുനർജന്മം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഭാരതത്തില് ഋഷീശ്വരന്മാര് പറയണു, മോക്ഷവും ഉണ്ട്, പുനർജന്മമുണ്ട്. വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ വ്യക്തമല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വളരെ ഓപ്പണായിട്ട് ചിന്തിക്കണം. ഒരു കല്ല് ഞാൻ ആകാശത്തിലേക്ക് എറിഞ്ഞാൽ അത് തിരിച്ച് എങ്ങോട്ട് വരണം? കാരണം ഭൂമിയിൽ നിന്ന് പോയത് ഗ്രാവിറ്റേഷൻ ലോ പ്രകാരം തിരിച്ച് ഭൂമിയിലേക്ക്. ഭൂമിയിൽ എത്തിയാൽ അതിന്റെ ചലനം നിന്നു. അത് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതുപോലെ എത്ര ജന്മങ്ങൾ എടുക്കണം ഈ മനസ്സിന്? എത്ര പ്രാവശ്യം ഇനി ജനിക്കേണ്ടതുണ്ട്?
അത് എവിടെന്ന് പുറപ്പെട്ടുവോ? അപ്പൊ ഇനി പുനർജന്മം വേണോ വേണ്ടേ എന്ന് ആരാ നിശ്ചയിക്കേണ്ടത്? വെറുതെ ദൈവത്തിനെ കഷ്ടപ്പെടുത്തണോ? വേണോ? ദൈവത്തിന് വല്ല പങ്കുണ്ടോ അതില്? ദൈവത്തിന് അതിലൊന്നും ഒരു പങ്കുമില്ല. പങ്ക് മുഴുവൻ നമുക്കാണ്. എവിടെന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരാത്തോടത്തോളം കാലം അതിന് വീണ്ടും ജനിക്കേണ്ടതുണ്ട്. ജനന മരണങ്ങളിലൂടെ പോകുന്നുണ്ട്. ശങ്കരാചാര്യരുടെ ഗോവിന്ദത്തിൽ പറഞ്ഞതുപോലെ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം. വീണ്ടും ജനിക്കണം അമ്മയുടെ ഗർഭപാത്രത്തിൽ വരണം. അപ്പൊ ഒരു ചോദ്യം, സ്വാമി, എങ്കിൽ ഈ മനസ്സിനെ ചൈതന്യത്തിലേക്ക് എത്തിക്കാൻ എന്താണ് വേണ്ടത്? അങ്ങനെ ചൈതന്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന ജീവിത രീതിയാണ് ധർമ്മം എന്ന് വിളിച്ചത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധർമ്മം എന്നുള്ളതിന് യഥാർത്ഥ അർത്ഥം, ധർമ്മം എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവിത രീതിയാണോ നമ്മുടെ മനസ്സിനെ, ആ ജീവിത രീതിയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഭാരതത്തിൽ എന്ത് വന്നത്? സനാതന ധർമ്മം. സനാതനത്തിലേക്ക് മനസ്സിനെ നയിക്കുന്ന ജീവിത രീതിയാണ് സനാതനധർമ്മം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഹിന്ദു സംസ്കാരം പൂർവികമായി. ഇന്ന് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്, അന്ന് ഋഷീശ്വരന്മാര് സനാതനധർമ്മം എന്ന് പേരിട്ട്. ഒന്നുകൂടി ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞു വരാം. ഈ സത്യത്തെ സാക്ഷാത്കരിച്ച ആളുകളെയാണ് ഋഷി എന്ന് പറയുന്നത്. ഋഷി എന്ന് പറഞ്ഞാൽ താടിയും മുടിയും വളർത്തിയവൻ നല്ല അർത്ഥം. നമുക്ക് അങ്ങനെയൊക്കെയുള്ള ചില ദോഷങ്ങളുണ്ട്. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ തന്നെ താടിയും ജടയൊക്കെ നീട്ടിയിട്ട് കുറെ ആളുകൾ അങ്ങനെയൊക്കെയാണ്. ഋഷി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉറവിടം കണ്ടെത്തിയവനാരോ അവൻ സത്യം അറിഞ്ഞവരെയാണ് ഋഷി എന്ന് പറയുന്നത്. മനസ്സിലാവുമോ? അങ്ങനെ അവര് പറഞ്ഞ വാക്കുകളെയാണ് എന്ത് പറയുന്നത്? വേദം എന്ന് പറയുന്നത്. വേദം എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവം, അതിൽ വരുന്നതാണ് ഏത്? സനാതന ധർമ്മം. എന്താ അവര് കണ്ടെത്തിയത്? സനാതനമായതിലേക്കാണ് ആര് പോകേണ്ടത്? നമ്മുടെ മനസ്സ് പോകേണ്ടത്. അപ്പോ ധർമ്മം എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് നിൽക്കുന്നില്ലേ, കുറച്ചുകൂടി അതിനൊരു ഒരു ഒരു എന്താണ് വിശദീകരണം ആവശ്യമുണ്ട്. ധർമ്മം എന്നതുകൊണ്ട് ശരീരം പ്രകൃതിയിലേക്ക് പോണം, മനസ്സ് ചൈതന്യത്തിലേക്ക് പോകണം. അപ്പൊ ശരീരം പ്രകൃതിയിലേക്ക് പോകുന്നതുവരെ ഈ ശരീരത്തിന് ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിന് ഒത്തുചേർന്ന് പലവരോടും സഹകരിച്ച് ഒത്തുചേർന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രകൃതിയോട് ഒത്തുചേർന്ന് പോകുന്നതിനെയും ധർമ്മം എന്ന് വിളിക്കും. മനസ്സിനെ അതിന്റെ ഉറവിടത്തിലേക്ക് എത്തിക്കുന്നതിനെയും ധർമ്മം. അതുകൊണ്ട് ഇവിടെ രണ്ട് ധർമ്മങ്ങൾ ഋഷീശ്വരന്മാര് പറഞ്ഞു. ഒന്ന് ഏതിന്റെ ധർമ്മം? ശരീരത്തിന്റെ ധർമ്മവും. രണ്ട് മനസ്സിന്റെ ധർമ്മം. മനസ്സിന്റെ ധർമ്മത്തെ പരമധർമ്മമെന്നും ശരീരത്തിന്റെ ധർമ്മത്തെ ധർമ്മമെന്നും വിളിക്കുന്നു. നമ്മുടെ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഭാഗവതമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് രണ്ട് ധർമ്മങ്ങൾ കാണാം. ഏതിന്റെ എല്ലാം ധർമ്മം? ശരീരത്തിന്റെ ധർമ്മവും മനസ്സിന്റെ ധർമ്മവും. മനസ്സിലാവോ? മനസ്സിന്റെ ധർമ്മത്തെക്കുറിച്ച് പറയുന്നതാണ് നമ്മുടെ വേദങ്ങളിലെ ആധ്യാത്മികമായ ചിന്തനങ്ങൾ. ശരീരത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ ഭൗതികമായ ഇടപെടലുകളും അതിനോടുള്ള നമ്മുടെ സമീപനങ്ങളൊക്കെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. കൂടുതൽ നമുക്ക് ഭാഗവതത്തിലൂടെ വരുമ്പോൾ ഞാൻ വിസ്തരിക്കാം. ഏതായാലും ഇത്രയും മനസ്സിലാക്കൂ. രണ്ട് ധർമ്മങ്ങൾ, ഒന്ന് ശരീരത്തിന്റെയും രണ്ട് മനസ്സിന്റെയും. അങ്ങനെ ഋഷീശ്വരന്മാര് ഇത് വികസിപ്പിച്ചു കൊണ്ടുവന്നു. ഇനി അതിലേക്ക് കൂടുതൽ കൂടുതൽ പലരുടെയും ആശയങ്ങളും പല മഹർഷിമാർ പലരുടെയും അനുഭവങ്ങളും വന്നു ചേർന്നപ്പോ ഇവിടെ എന്തുണ്ടായി? ഇവിടെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. മനസ്സിനെ ചൈതന്യത്തിലേക്ക് എത്തിക്കാൻ അനവധി മാർഗങ്ങളുണ്ട്. ഒരു മാർഗം മാത്രമല്ല, പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് ഭാരതത്തിൽ മാർഗങ്ങൾ അനവധിയും ലക്ഷ്യമൊന്നായി. കർമ്മത്തിന്റെ മാർഗത്തിലൂടെ എത്തിക്കാം,
ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ എത്തിക്കാം, ഭക്തിയിലൂടെ മാർഗത്തിലൂടെ എത്തിക്കാം, പ്രാണായാമത്തിന്റെ മാർഗത്തിലൂടെ എത്തിക്കാം, അഷ്ടാംഗയോഗത്തിന്റെ മാർഗത്തിലൂടെ എത്തിക്കാം. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ എവിടെ എത്തിച്ചേരാം? അപ്പൊ ഋഷികൾ, നമ്മുടെ പൂർവികന്മാര് പറഞ്ഞു, മാർഗം അനവധിയാണ്, ലക്ഷ്യം ഒന്നാണ്. അതുകൊണ്ട് ഭാരതത്തില് ഒരു ഓപ്പൺനെസ് വന്നു. ഓപ്പൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ആക്സെപ്റ്റ് എവ്രിതിങ്. നമുക്കറിയാം ഏത് മാർഗമായാലും കുഴപ്പമില്ല, നിങ്ങൾ മാർഗത്തെക്കുറിച്ച് തർക്കിക്കരുത്. പ്രാധാന്യം ഏതിനാണ്? ലക്ഷ്യത്തിനാണ്. ഭാരതത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അതായിരുന്നു. ഇതൊരു വ്യക്തിയിലൂന്നിയ സംസ്കാരമല്ല, പല മഹാത്മാക്കളിലൂന്നിയ സംസ്കാരമായതുകൊണ്ട്, പല മഹാത്മാക്കൾ പല രീതിയിലുള്ള സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്തതുകൊണ്ട് അവരൊന്നും അന്ധമായി ഒരാളുടെ ചിന്തകളെ ഫോളോ ചെയ്തില്ല. അതുകൊണ്ട് അനവധി മാർഗങ്ങൾ വന്നു. അനവധി മാർഗങ്ങൾ വന്നതുകൊണ്ട് വേദത്തിന് അനവധി ശാഖകൾ വന്നു. അങ്ങനെയാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെയുള്ള ശാഖകളൊക്കെ വന്നത്. അതുകൊണ്ട് ഈ ഏതൊക്കെ വേദങ്ങളാവട്ടെ ഇതിലൊക്കെ പറയാനുള്ള കാര്യം ഒന്ന് തന്നെ, പക്ഷെ പറയുന്ന രീതി വ്യത്യസ്തമാണെന്ന് മാത്രം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഭാരതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഏത് മാർഗത്തിലൂടെ പോയാലും ലക്ഷ്യത്തിലെത്തിച്ചേർന്നാൽ മതി. രാമകൃഷ്ണ പരമഹംസർ പറയും, ഹിന്ദു മതം എന്ന് പറയുന്നത് 4 ഭാഗം കെട്ടിയ ഒരു കുളമാണ്. 4 ഭാഗം കെട്ടി പടവ് കെട്ടിയ ഒരു കുളമാണ് എന്ന് പറഞ്ഞാൽ ഏത് പടവിലൂടെ വന്നാലും ലക്ഷ്യത്തിൽ. അതുകൊണ്ട് നമ്മൾ ഒരാളുടെ മാർഗത്തെയും എതിർക്കേണ്ടതില്ല. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ഭാരതീയ സംസ്കാരം വീണ്ടും ധന്യമായി. അങ്ങനെ ക്രമേണ ക്രമേണ അത് ഉരുത്തിരിഞ്ഞപ്പോ മനുഷ്യന്റെ മനസ്സ് ക്രമേണ എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഉന്നതമായ ലക്ഷ്യത്തെ വിട്ടുപോയത് കൊണ്ടാണോ അറിയില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ഗൈഡ് ചെയ്യാനുള്ള ആളുകളില്ലാത്തത് കൊണ്ടാണോ അറിയില്ല, അവിടുന്ന് പതുക്കെ പതുക്കെ തെന്നി മാറി ലൗകിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ക്രമേണ എന്ത് പറ്റി? പരമമായ ധർമ്മം, അതിന്റെ ശക്തി കുറഞ്ഞു വന്നു. ഏത് ധർമ്മം കൂടി? ലൗകിക ധർമ്മം കൂടി വന്നു. അങ്ങനെ ഒരു ച്യുതി ഭാരതത്തിന് പറ്റി. ഏതായാലും അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കാണാം. ഭാരതീയ സംസ്കാരം വികസിച്ചു വന്നത് ഗുരുവിൽ നിന്ന് ശിഷ്യരിലേക്കും, പിന്നീട് ആ ശിഷ്യൻ ഗുരുവായി തീർന്ന് അടുത്ത ശിഷ്യനിലേക്കും, പിന്നീട് ആ ശിഷ്യൻ ഗുരുവായി തീർന്ന് അടുത്ത ശിഷ്യനിലേക്കും, അങ്ങനെയാണ് അല്ലേ? അപ്പൊ എവിടെയോ ഒരു കണ്ണികൾ മാറിയത് കൊണ്ടായിരിക്കാം പരമമായ ധർമ്മം വിട്ടിട്ട് മനുഷ്യൻ ഏത് ധർമ്മത്തിലേക്ക് പോയത്? ലൗകിക ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തത്. എങ്കിലും ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഗുരു ശിഷ്യ സംസ്കാരത്തിന്റെ ഒരു പരമ്പരയാണ് ഭാരതീയ സംസ്കാരം. നമുക്ക് ഈശ്വര സംസ്കാരമല്ല നമുക്കുള്ളത് ഗുരു ശിഷ്യ സംസ്കാരം. നമ്മൾ ഭാഗവതത്തിലേക്ക് നോക്കൂ. ഭാഗവതാണല്ലോ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അത് ഭഗവാനിൽ നിന്നും ബ്രഹ്മാവിന് കിട്ടി, ബ്രഹ്മാവിൽ നിന്ന് നാരദർക്ക് കിട്ടി, നാരദർ അതിനെ വ്യാസഭഗവാന് പറഞ്ഞു കൊടുത്തു, വ്യാസഭഗവാൻ ശുഗന് പറഞ്ഞു കൊടുത്തു, ശുഗൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേട്ടു സൂതൻ അതിനെ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കണു. പിന്നീട് ആ പരമ്പര. അപ്പൊ നമ്മുടെയൊക്കെ ഒരു കർത്തവ്യം എന്താണ്? ആദ്യം ആരാവണം? ആദ്യം ഗുരുവാവേ. ഏമായി ആദ്യം തന്നെ മേലോട്ടാ കയറിയത്. ഒരു പയ്യൻ M.Com ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂവിന് വിളിച്ചു, ജോലി കിട്ടി. പറഞ്ഞു ആദ്യം തനിക്കൊരു 5000 രൂപ തരാം, പിന്നീട് 3 മാസം കഴിഞ്ഞിട്ട് 8000 രൂപ തരാം. 3 മാസം നിന്റെ ജോലിയൊക്കെ നോക്കിയിട്ട് 3 മാസം കഴിഞ്ഞ് 8000 രൂപ തരാം. എന്നാ ജോയിൻ ചെയ്തോളൂ. എന്നുവെച്ചാൽ ജോയിൻ ചെയ്തോളൂ. ഉടനെ അവൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, 3 മാസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. ഇതുപോലെ 3 മാസം എന്ന് പറയുന്നത് അതിന് മുമ്പ് ജോയിൻ ചെയ്തിട്ട് അവന്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ് 8000 കൊടുക്കാൻ പറഞ്ഞത്. അവൻ ആദ്യം അങ്ങോട്ടാ കണ്ണുവച്ചിരിക്കുന്നത്. മോശമാവരുതല്ല. ഇതുപോലൊരു ചെറുപ്പക്കാരൻ എന്തോ വിരക്തി വന്നു, പരീക്ഷയിൽ നിന്ന് മാർക്ക് കുറഞ്ഞുകൊണ്ടായിരിക്കാം വിരക്തി വന്നത്. നേരെ ഒരു ആശ്രമത്തിലേക്ക് കയറിച്ചു.
സ്വാമിജിയെ കണ്ട് നമസ്കരിച്ചു. സ്വാമിജി ചോദിച്ചു, എന്താ? അല്ല, ഞാൻ ആശ്രമത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വളരെ നന്നായി. അപ്പൊ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാം, എന്താ എനിക്ക് അറിയുന്നത്? അല്ല, അക്കൗണ്ടൻസി വർക്കൊക്കെ അറിയോ? അതൊന്നും പഠിച്ചില്ല. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, അല്ല ക്ലറിക്കൽ വർക്കൊക്കെ ഒട്ടും അറിയില്ല, എനിക്കൊട്ട് താല്പര്യമില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, അടുക്കളയിലൊക്കെ വല്ലതും സഹായിച്ചു കൊടുത്തൂടെ? അയ്യോ, അതും അറിയില്ല. എന്നാ പിന്നെ ഇവിടെ വേറെ വല്ലതും ഹെൽപ്പ് ചെയ്യാനൊക്കെ, അവിടെ സഹായത്തിനൊക്കെ ഒരു ആളായിട്ട്, അതൊന്നും വയ്യ. പിന്നെ ഇപ്പൊ തനിക്ക് എന്താ പറ്റുക? ഞാൻ ഇവിടുത്തെ ഗുരു ആയിക്കോളാം. ആദ്യം കയറുന്ന അങ്ങട്ടാ. അപ്പൊ ആദ്യം നമ്മൾ ആരാവണം? ശിഷ്യനാവണം. അപ്പോ ഗുരു ശിഷ്യ പരമ്പരയിലൂടെയാണ് ഭാരതീയ സംസ്കാരം ഉരുത്തിരിഞ്ഞത്. അപ്പൊ നമ്മുടെയൊക്കെ ജോലി ആദ്യം നമ്മൾ ശിഷ്യരായി, പിന്നീട് നമ്മൾ ഗുരുക്കന്മാരായി ഈ പരമസത്യത്തെ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ഏത് സത്യത്തെ? ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. നമ്മുടെ പൂർവികന്മാർ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ശരീരം പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. അത് തിരിച്ച് പഠിക്കേണ്ടത് മുഴുവൻ ആരെയാണ്? അപ്പൊ ചോദിക്കുകയാണ്, ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ, മനസ്സ് ചൈതന്യത്തിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയുള്ള മനസ്സാണ് ചൈതന്യത്തിലേക്ക് എത്തുക? എല്ലാ മനസ്സുകളും ചൈതന്യത്തിലേക്ക് എത്തുവോ? ഇല്ല. ഇപ്പൊ എങ്ങനെയുള്ള മനസ്സാണ് ചൈതന്യത്തിലേക്ക് എത്തുക? അപ്പൊ നമുക്കറിയില്ല. അപ്പൊ ഋഷീശ്വരന്മാര് പറയുന്നു, നിങ്ങൾക്ക് ഗീത പരിചയമുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ പറയുന്നുണ്ട്, അർജുന 12ാമത്തെ അധ്യായത്തില് 2 തരം ഭക്തന്മാരുണ്ട്. ഗീതയിലെ 12ാം അധ്യായം ഭക്തിയോഗത്തിൽ എത്ര തരം? 2 തരം. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് എന്റെ രൂപത്തെ കണ്ട് തൊഴുത് ആരാധിച്ചു പോകുന്നവരാണ്. രൂപത്തെ കണ്ട് തൊഴുതു പോകുന്നവരാണ്. രണ്ടാമത്തെ കൂട്ടര് അവര് കൂടസ്ഥം അചലം ധ്രുവം, കൂടസ്ഥനായിരിക്കുന്ന അചലമായിരിക്കുന്ന ദൃഢമായിരിക്കുന്ന എന്നിൽ മനസ്സുറപ്പിക്കുന്നില്ല. അപ്പൊ ഭഗവാനെ, അങ്ങയ്ക്കിതിൽ കൂടുതൽ പ്രിയം ആരെയാണ്? അർജുനന്റെ ചോദ്യം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, രൂപത്തോടുകൂടി എന്നെ ആരാധിക്കുന്നവനെയാണ് എനിക്കിഷ്ടം. അപ്പൊ ഭഗവാനെ, അങ്ങയ്ക്ക് അങ്ങയുടെ അവ്യക്തമായ തത്വത്തെ ഉപാസിക്കുന്നവനെ ഇഷ്ടമല്ലേ? അർജുന, എന്റെ അവ്യക്തമായ തത്വത്തെ ഉപാസിക്കുന്നവൻ, അവന്റെ മനസ്സ് സമബുദ്ധിയുള്ളതായി തീർന്നാൽ, അവന്റെ മനസ്സ് എങ്ങനെയുള്ളത്? സമബുദ്ധിയുള്ളതായി തീർന്നാൽ, തേ പ്രാപ്നുവന്തി മാം ഏവ, അവൻ എന്നെ പ്രാപിക്കും. പിന്നെ ഞാൻ ഇഷ്ടമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാനും അവനും ഒന്നായിത്തീർന്നു. ആ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എങ്ങനെയുള്ള മനസ്സിനെ സാധിക്കുകയുള്ളൂ? ഭഗവാൻ പറയുന്നു, സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയാം തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേനതാം. ഗീതയിലെ 12ാം അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. സംയമേന്ദ്രിയഗ്രാമം, ആരാണോ ഇന്ദ്രിയഗ്രാമത്തിൽ നിന്നും മനസ്സിന്റെ ശ്രദ്ധ മാറ്റിയെടുത്ത് സർവത്ര സമബുദ്ധയ, ഏത് അനുഭവത്തിലും സുഖമാവട്ടെ ദുഃഖമാവട്ടെ ജയമാവട്ടെ പരാജയമാവട്ടെ ലാഭമാവട്ടെ നഷ്ടമാവട്ടെ, whatever experience comes, if they can equalize, if they can balance, ആ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെങ്കിൽ, സമബുദ്ധി നിലനിർത്തുന്ന സാധിക്കുന്ന മനസ്സാണെങ്കിൽ, തേ പ്രാപ്നുവന്തി മാം ഏവ. ആർക്കേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ? ആർക്കേ പറ്റുള്ളൂ? സമബുദ്ധി. സമബുദ്ധിയില്ലാത്തവർക്ക് ആരെ പ്രാപിക്കാൻ പറ്റില്ല? ഈ സമബുദ്ധി പ്രാപിക്കുന്നവനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാര് ജീവൻ മുക്തി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഭാരതത്തില് 2 തരം മുക്തികളുണ്ട്. ഒന്നാമത്തതിനെ പറയും ജീവൻ മുക്തി എന്ന് പറയും, രണ്ടാമത്തതിനെ പറയും ബ്രഹ്മനിർവാണം. എന്താ പറയാ?
ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ, നിർവാണം എന്ന് പറഞ്ഞാൽ നിർവിശേഷേണ ലയിക്കുന്നതിനെയാണ് നിർവാണം. നിർവിശേഷേണ ലയിക്കുന്നു, നിർവാണം. ഗീതയിൽ വീണ്ടും ഈ ശ്ലോകം ഭഗവാൻ നിർവാണം എന്നുള്ള, ബ്രഹ്മനിർവാണം എന്നുള്ള പദം പ്രയോഗം ഭഗവാൻ 2-ാം അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. സ്ഥിത്വ, ആരുടെ മനസ്സാണോ ജീവൻ മുക്താവസ്ഥയിൽ നിൽക്കുന്നത്, ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ സമബുദ്ധിയിൽ ആരുടെ മനസ്സ് ബാലൻസ് ചെയ്യുന്നുണ്ടോ അവന് ഏത് കൈവരിക്കാൻ യോഗ്യതയുണ്ട്? ബ്രഹ്മനിർവാണം. വീണ്ടും നമ്മൾ ഗീതയിലേക്ക് കടക്കാം. ഗീതയിൽ അനവധി ശ്ലോകങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭഗവാൻ ഗീതയിൽ 2-ാം അധ്യായത്തിൽ പറയും, യം ഹി നവ്യതയന്തേതേ പുരുഷം പുരുഷശവാം സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. സോ, അവൻ അമൃതത്വായ കൽപ്പതേ, അമൃതത്വത്തിന് അർഹനാണ്. അമൃതത്വം എന്ന് പറഞ്ഞാൽ, മൃതം എന്ന് പറഞ്ഞാൽ മരണം, അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത തത്വത്തിലേക്ക്, സനാതനമായ തത്വത്തിലേക്ക്, മരണമുള്ള മൃതമുള്ള ശരീരത്തിൽ നിന്നും മരണമില്ലാത്ത സനാതനമായ തത്വത്തിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് ലയിക്കാൻ, ചേരാൻ അവൻ അർഹനാണ്. ആരർഹനാണ്? സമ ദുഃഖ സുഖം ധീരം, സുഖത്തെയും ദുഃഖത്തെയും സമമാക്കി വയ്ക്കാൻ സാധിക്കുന്നവൻ. അപ്പൊ നമുക്ക് ആദ്യം കൈവരിക്കേണ്ടത് എന്താണ്? സമബുദ്ധിയാകുന്ന ജീവൻ മുക്താവസ്ഥ കൈവരിക്കണം. അവർക്ക് എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ? ബ്രഹ്മനിർവാണത്തിലേക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഭാഗവതം എന്ന് പറയുന്നത് ഗീതയിൽ നിന്നും വ്യത്യസ്തമല്ല, എല്ലാം ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കഥ പറയാനല്ല, വേദതത്വം പറയാനാണ്. വേദതത്വം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ചെത്തണം. ആ തിരിച്ചെത്തിയാലേ നമ്മുടെ യാത്ര പൂർണ്ണമാവുള്ളൂ. ശരീരത്തിന്റെ യാത്ര പൂർണ്ണമാവുന്നത് മണ്ണിലേക്ക് ചേരുമ്പോഴാണെങ്കിൽ, മനസ്സിന്റെ യാത്ര പൂർണ്ണമാവുന്നത് ചൈതന്യത്തിലേക്ക് ചേരുമ്പോഴാണ്. ഇനി ഭാഗവതത്തിൽ ഭിക്ഷുഗീത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പറയും, എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്, എന്തിനാണ് നമ്മൾ പലതും ചെയ്യുന്നത്, നാരായണീയം വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ഇപ്പൊ നിങ്ങൾ സപ്താഹം കേൾക്കാൻ വരുന്നത്, ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ട് എന്താ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് നിങ്ങൾ നേടേണ്ടത്? പറയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയാണ്, ദാനം സ്വധർമ്മോ നിയമോയമസ്താം ശ്രുതം ച കർമാണി ച സൽവ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്താം പരോഹി യോഗോ മനസസ്തമാദി. ദാനം സ്വധർമ്മോ നിയമോയമസ്താം, നിങ്ങൾ ദാനം ചെയ്യുന്നത്, നിങ്ങൾ പല നിയമങ്ങൾ അനുഷ്ഠിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ പാരായണം ചെയ്യുന്നത്, സർവേ ഈ കാര്യങ്ങളൊക്കെ മനോനിഗ്രഹ ലക്ഷണാന്ത, മനസ്സിനെ നിഗ്രഹിക്കാനാണ്. എങ്ങനെയുള്ള മനസ്സിനെ? സമബുദ്ധി ഇല്ലാത്ത മനസ്സ്. എന്നിട്ടോ പരോഹി യോഗോ, പരമമായതിനോട് ചേർക്കാൻ മനസ്സസമാധി, മനസ്സിന് സമാധി. സമാധി എന്ന് പറഞ്ഞാൽ അർത്ഥം, ഭഗവാൻ സമാധി എന്ന് പറയുന്നത് ധ്യാനിച്ചിരിക്കുന്നതിനല്ല സമാധി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയാറില്ലേ, അയാൾ നല്ല സമാധിയിലാണ്. ചിലരിങ്ങനെയും പറയാറുണ്ട്, അയാൾ നല്ല സമാധിയിലാണ്. ഞാൻ ഒരിക്കല് ചിന്മയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എനിക്ക് സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്കൊക്കെ നല്ല ഉറക്കം വരും, കുട്ടികളോട് വായിട്ടടിച്ചിട്ടേ. അപ്പൊ ചിലപ്പോ ഉറങ്ങി ഇങ്ങനെ പുസ്തകത്തിൽ തലവെക്കും. അപ്പൊ ഒരിക്കലും ഒരു കുട്ടി വന്നിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്നെ വിളിച്ചുണർത്തി. 2-ലോ 3-ലോ പഠിക്കുന്ന കുട്ടി എന്റെ റൂമിൽ വന്നിട്ട്, സ്വാമിജി പ്ലീസ് ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, സ്വാമിജി ധ്യാനത്തിലാണോ എന്ന്. കാരണം ആ കുട്ടികൾക്ക് അറിയില്ലല്ലോ സ്വാമിമാരെ ഉറങ്ങാറില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു, കുട്ടി ഇതിനെ പറയും പുസ്തക സമാധി എന്ന്. പുസ്തകത്തിലുള്ള സമാധിയാണത്.
ഉറക്കം, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇതുപോലെ നമ്മൾ ഉറക്കത്തിന് സമാധി പറയും. സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണടച്ചിരിക്കലല്ല ഭഗവാൻ സമാധി എന്ന് പറയുന്നത്. ഭഗവാന്റെ സമാധി എന്ന് പറയുന്നത് ഗീതയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്ജസ്വ നൈവം പാപമവാപ്സ്യസി സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. സിദ്ധ്യസിദ്ധ്യോ കിട്ടിയാലും മനസ്സെങ്ങനെ ഇരിക്കണം? സമോ. ഇതാണ് സമാധി. സമാധി എന്ന് പറഞ്ഞാൽ വിവേകം കൊണ്ട് മനസ്സിനെ എങ്ങനെയാക്കണം? അതുകൊണ്ട് നമുക്ക് രണ്ട് മനസ്സുണ്ട്. എന്താ രണ്ട് മനസ്സ് സ്വാമി? ഒരു മനസ്സല്ലേ ഉള്ളൂ നമുക്കൊക്കെ. രണ്ട് മനസ്സുണ്ടോ? ഉണ്ട്. ഒന്നാമത്തെ മനസ്സിനെ പറയും സമാധി, അതായത് സമബുദ്ധിയുള്ളൊരു മനസ്സ്. രണ്ടാമത്തതോ സമബുദ്ധി. സമബുദ്ധി ഇല്ലാത്ത മനസ്സിനെ അവിവേക മനസ്സെന്നും സമബുദ്ധി ഉള്ള മനസ്സിനെ വിവേക മനസ്സെന്നും. പിന്നെ നിങ്ങൾ ഉള്ളെന്ന് വിളിച്ചു പറയാം. എന്ത്? ആരെന്ത് ചോദിച്ചാലും അങ്ങോട്ട് പറയാം. തിതിക്ഷയാ കരുണയാ മൈത്ര്യാച്ച അഖില ജന്തുഷു. അങ്ങോട്ട് പറയാം. എന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, എന്നെ അങ്ങനെയൊന്നും നിങ്ങൾക്ക് തളർത്താൻ പറ്റില്ല. കാരണം എന്റെ മനസ്സിപ്പോ അവിവേക മനസ്സല്ല, എന്റെ മനസ്സ് വിവേക മനസ്സാണ്. അപ്പോ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ, സമബുദ്ധിയിലേക്ക് എത്തിക്കാൻ എളുപ്പം സാധ്യമല്ല. അതുകൊണ്ട് അവിവേകമുള്ള മനസ്സിനെ നമ്മുടെ ഋഷീശ്വരന്മാര് അവര് വിളിച്ചു ആ മനസ്സാണ് മായ നിറഞ്ഞിരിക്കുന്ന മനസ്സ്. മായ എന്നുള്ളൊരു പ്രയോഗം അവരവിടെ കൊണ്ടുവരാം. മായ എന്ന് പറഞ്ഞാൽ അവിവേകമുള്ള മനസ്സ് മായയിൽപ്പെട്ടിരിക്കുന്നു. അപ്പൊ മായയിൽ നിന്ന് മുക്തമായ മനസ്സ് ഏതായിരിക്കണം? വിവേകമുള്ള മനസ്സ്. അപ്പൊ നമ്മളെ തളർത്തുന്നതും നമ്മളെ ആകെ അസ്വസ്ഥമാക്കുന്നതും എല്ലാം മായയാണെന്ന് പറഞ്ഞാൽ അർത്ഥം അവിവേക മനസ്സാണ്. ആ അവിവേക മനസ്സാണ് നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുന്നത്, ദുഃഖിപ്പിക്കുന്നത്, തളർത്തുന്നത്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് തുടങ്ങാൻ പോവുകയാണ്. ആദ്യം നമുക്ക് വേണ്ടത്, നമ്മളാകുന്ന ശിഷ്യന്മാർക്ക് വേണ്ടത് ആക്സെപ്റ്റൻസ് ആണ്, സ്വീകരിക്കലാണ്. എന്താണ് സ്വീകരിക്കേണ്ടത്? ഈ നിമിഷം മുതൽ ഇനി നമ്മൾ സ്വീകരിക്കണം, എന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം നോട്ട് ദ സറൗണ്ടിങ്സ്, നോട്ട് ദ പീപ്പിൾ, നോട്ട് എനിബഡി, ഗ്രഹങ്ങളോ ആരോ അല്ല എന്റെ പ്രശ്നങ്ങൾക്ക് കാരണം. എന്റെ സകല പ്രശ്നങ്ങൾക്കും എന്നെ തളർത്തുന്നത് മുഴുവൻ എന്റെ അവിവേക മനസ്സാണ്. ഏത് മനസ്സല്ല? വിവേക മനസ്സല്ല. എന്നെ തളർത്തുന്നത് മുഴുവൻ അവിവേക മനസ്സാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവിടം മുതൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, പഴിചാരുന്നത്, ബ്ലെയിം ചെയ്യുന്നത് ഇനി കൺട്രോൾ ചെയ്യണം. നമ്മൾ പരിശീലിച്ചെടുക്കുക. എത്ര നമ്മൾ വിവേകത്തിൽ ജീവിക്കുന്നോ, തുടക്കത്തിൽ പ്രയാസമാണ്, യാതൊരു സംശയമില്ല. പക്ഷെ കുറച്ചും നിങ്ങളുടെ അഭ്യസിച്ച് പോയി കഴിഞ്ഞാൽ, ഉരുളം കല്ലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ക്രമേണ മനസ്സിൽ വിവേകം വരാൻ തുടങ്ങിയാൽ നിങ്ങൾ കണ്ടോളൂ, നിങ്ങളുടെ മനസ്സിന് അതീവ ശക്തി ഉണ്ടാവും. ഏത് പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തളരാത്ത മനസ്സോടുകൂടി സ്വീകരിക്കാൻ പറ്റും. എന്തിനേറെ, മരണം വരെ മുന്നിൽ നിന്നാൽ പോലും നിങ്ങളുടെ മനസ്സൊരിക്കലും പതറുകയില്ല. അതല്ലേ ആ വിവേകത്തിലേക്ക് എത്തിയത് കൊണ്ടല്ലേ പരീക്ഷത്ത് മഹാരാജാവിന്റെ മുന്നിൽ തക്ഷകൻ വന്ന് നിൽക്കുമ്പോഴും അദ്ദേഹം പതറാതെ. ഈ വിവേകത്തിലേക്ക് ഉയർന്നത് കൊണ്ടാവില്ലേ സ്വന്തം അച്ഛൻ ശത്രുവായി വന്നിട്ടും കൊല്ലാൻ ശ്രമിച്ചിട്ടും ആര് തളരാത്തത്? ഈ വിവേകമുള്ള മനസ്സുള്ളത് കൊണ്ടാവില്ലേ സ്വന്തം പുത്രനെ സ്വന്തം പുത്രൻ കൊന്നതിന്റെ കുറ്റബോധം കൊണ്ട് കുന്തിദേവി തളരാതിരുന്നത്? ഈ വിവേകമുള്ള മനസ്സുള്ളത് കൊണ്ടാവില്ലേ കുത്തിത്തറയ്ക്കുന്ന ശരത്തിന്റെ മുകളിൽ ഭീഷ്മർ തളരാതിരുന്നത്? ശരീരമല്ല തളർത്തുന്നത്, രോഗങ്ങളല്ല തളർത്തുന്നത്, ചുറ്റുപാടല്ല തളർത്തുന്നത് മുഴുവൻ മനസ്സല്ല. എങ്ങനെയുള്ള മനസ്സ്? അവിവേകമുള്ള. ഇത് നമ്മൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ നല്ലവണ്ണം ഉറപ്പിക്കണം. ആത്മീയമായ പുരോഗതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
യു സ്റ്റാർട്ട് വിത്ത് ദിസ്. ഇവിടുന്ന് തുടങ്ങണം. എന്നെ തളർത്തുന്നത് മുഴുവൻ എന്റെ അവിവേക മനസ്സാണ്. ഇതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ബേസ്മെന്റ്. ഇവരാണ് ജിജ്ഞാസുക്കൾ എന്ന് പറയുന്നത്. തന്റെ മനസ്സിനെ ഉയർത്താനുള്ള ജിജ്ഞാസ ആർക്കുണ്ടോ അവരാണ് ശിഷ്യന്മാര്. തന്റെ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള ജിജ്ഞാസ ഇല്ലെങ്കിൽ അവരെ മാറ്റിയെടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഗീത നോക്കൂ, നിങ്ങൾ പറഞ്ഞത് വേഗം മനസ്സിലാവും. അർജുനനെയും കൊണ്ട് ഭഗവാൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നു. അർജുനൻ അത്ര ധാർഷ്ട്യമായിരുന്നു. യുദ്ധക്കളത്തിലേക്ക് വരുമ്പോ അർജുനന് നല്ല ബോധ്യമുണ്ട്, കൃഷ്ണനാകുന്ന സാരഥി ഉള്ളതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ എനിക്ക് വല്ല വിജയം ഉണ്ടാവുക എന്ന്. അതുകൊണ്ടാണല്ലോ കൃഷ്ണനെ ഓപ്റ്റ് ചെയ്തത്. കഥകൾ, മഹാഭാരത കഥകൾ അറിയാലോ. ദുര്യോധനും അർജുനനും ചെല്ലുന്ന സമയത്ത് അർജുനന് കൃഷ്ണന്റെ സൈന്യത്തെ അല്ല ആവശ്യം, അർജുനന് ആവശ്യം കൃഷ്ണനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഓപ്റ്റ് ചെയ്തിട്ടും അർജുനന്റെ ഭാവവും മട്ടൊക്കെ മാറി യുദ്ധക്കളത്തിലേക്ക് വരുമ്പം ഒന്നാമത്തെ ദിവസം തന്നെ പറയുന്നത്, കൃഷ്ണനോട് പറയുന്നത്, സേനയോർഭയോർ മധ്യേ ദദം സ്ഥാപയമേത്യുത യാവതേതന്നിരീക്ഷേഹം യോതുകാമാനവസ്ഥിതൻ കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ. കൃഷ്ണ, സേനയോർഭയോർ മധ്യേ രഥം സ്ഥാപയ, ഒരു കമാൻഡാണ്, ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം പോലെയാണ്. കൊണ്ടുപോയി നിർത്തു, സൈന്യങ്ങളുടെ നടുവിൽ കൊണ്ടുപോയി. യാവതേതൻ നിരീക്ഷേഹം, ഞാനൊന്ന് നോക്കട്ടെ. കൈർമയ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ, ഈ രണഭൂമിയിൽ എനിക്ക് തുല്യം യോധുകാമാൻ അവസ്ഥിതൻ. ഇവര് ആരാണ് അവസ്ഥിതൻ? യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു, നോക്കട്ടെ. അർജുനന് നല്ല ബോധ്യമാണ്, എന്നെപ്പോലെ ഈ ഭൂമിയിൽ ഇപ്പോ യുദ്ധത്തിന്റെ കഴിവുകളുള്ള ആരും ഇല്ല. അത്ര ധാർഷ്ട്യം, അത്ര ഒരു അഹങ്കാരം. ഭഗവാൻ ഒന്നും പറയാതെ വിനീതനായിട്ട് ആ തേരെടുത്തുകൊണ്ട് കൊണ്ടു നിർത്തുന്നത് ഭഗവാൻ അറിയാം. അർജുനൻ ഈ പറയുന്നതൊന്നും വിവേകമുള്ള മനസ്സുകൊണ്ടല്ല. ഭഗവാൻ അറിയാലോ വീക്ക്നെസ് എവിടെ കൊണ്ടു നിർത്തേണ്ടതെന്നുള്ളത്. ഭഗവാൻ നേരെ ഭീഷ്മാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും മുന്നിൽ കൊണ്ടു നിർത്തി. എന്നിട്ട് പറഞ്ഞു, പശ്ചേതാം, കണ്ടാലും ദ്രോണാചാര്യരെയും ആ ഭീഷ്മാചാര്യരെയും. ആരാന്നറിയോ? നീ പ്രസവിച്ച് വന്ന സമയത്ത് നിന്നെ മടിയിലിട്ട് താലോലിച്ച് നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം പല സുഖങ്ങളും ത്യാഗം ചെയ്ത ഒരു വലിയ പ്രധാനമായിരിക്കുന്ന ഈ ഭീഷ്മ പിതാമഹൻ എന്നെ അസ്ത്രവിദ്യയുടെ എല്ലാ രഹസ്യങ്ങളും പഠിപ്പിച്ച് നിനക്ക് വേണ്ടിയിട്ട് ഏകലവ്യൻ എന്ന് പറയുന്ന ഒരു മഹത്തായ കഴിവുള്ള ഒരുത്തന്റെ വിരൽ മുറിച്ചു മാറ്റിയ ദ്രോണാചാര്യൻ, കണ്ടോളൂ, നിനക്ക് തുല്യമാരാ യുദ്ധക്കളത്തിൽ വന്നിരിക്കുന്നു. അർജുനന്റെ അവിവേക മനസ്സ് ദുർബലമായി. അർജുനൻ ദൗർബല്യത്തിലേക്ക് വീണു. പിന്നെ അർജുനന് സമബുദ്ധിയില്ല, തളർന്നു. പിന്നെ കൃഷ്ണനോട് പറയുന്നത്, കൃഷ്ണ, ശരീരം വിറയ്ക്കുന്നു, മുഖം തളരുന്നു, മനസ്സ് തളരുന്നു, കൈ വിറയ്ക്കുന്നു. ഗാണ്ഡീവം സംസ്ഥതേ ഹസ്തൽ ത്വച്ചൈവ പരിരക്ഷ്യതേ നജശ്രേയോമി പശ്യാമി. ഞാനൊരു ശ്രേയസ്സും കാണുന്നില്ല. എന്റെ കൈകൾ വിറയ്ക്കുന്നു, എന്റെ മനസ്സിടറുന്നു. എനിക്ക് യുദ്ധം ചെയ്യാൻ സാധ്യല്ല. എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ ഈ മുത്തശ്ശന്റെ നെഞ്ചിലേക്ക് ശരമെയ്യാൻ എനിക്ക് സാധ്യമല്ല. എനിക്ക് ബ്രഹ്മാസ്ത്ര വിദ്യ വരെയുള്ള അത്ഭുതങ്ങളായിട്ടുള്ള വിദ്യകളൊക്കെ ഉപദേശിച്ച ഈ ഗുരുനാഥന്റെ നെഞ്ചിലേക്ക് എനിക്ക് അസ്ത്രം ചെയ്യാൻ സാധ്യമല്ല. ഈ കൊടും പാപം ഏറ്റെടുക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് കൃഷ്ണ, യുദ്ധത്തിനെല്ലാം പ്രേരിപ്പിക്കരുത്. നമുക്ക് ഈ യുദ്ധക്കളത്തിൽ നിന്ന് പോവാം. ഈ കൊടും പാപം നമ്മൾ ചെയ്യരുത് കൃഷ്ണ എന്നെല്ലാം അർജുനൻ വിലപിച്ചുകൊണ്ട് പറയുമ്പോൾ അർജുനൻ വിചാരിച്ചു, ഭഗവാൻ അർജുനന്റെ ആ വിലാപത്തിന്, ആ ഒരു ദുഃഖത്തിന് കൂട്ടുനിൽക്കുന്നു. ഭഗവാൻ അർജുനനോട് പറയുന്ന, മുഖത്തടിച്ചു നോക്കി പറയുന്നത് പോലെ, അർജുന, ക്ഷുദ്രം ഹൃദയദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്ധവ. ഹേ അർജുന, നീ ആണും പെണ്ണും കെട്ട പോലെ യുദ്ധക്കളത്തിൽ പെരുമാറരുത്. പണ്ട് വിരാടന്റെ രാജധാനിയിൽ നീ ഡാൻസ് ടീച്ചറായിരുന്നു എന്ന് വെച്ചിട്ട് ഇപ്പൊ നീ ഡാൻസ് ടീച്ചറാണോ യുദ്ധക്കളത്തിൽ? നീ ആണും പെണ്ണും കെട്ട പോലെ കളിക്കരുത്.
ഒന്ന് മനസ്സിലാക്കിക്കോളൂ, ക്ഷുദ്രം ഹൃദയദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ. നിന്നെ തളർത്തിയത് ഇവരൊന്നുമല്ല, നിന്നെ തളർത്തിയത് നിന്റെ അവിവേകമുള്ള മനസ്സാണ്. ഭഗവാൻ അർജുനന്റെ സഹതാപത്തിനൊന്നും കൂട്ടുനിന്നില്ല. അപ്പോഴാണ് അർജുനന് മനസ്സിലായത്, ഞാനിപ്പോ തളരാൻ കാരണം അവിവേകമുള്ള മനസ്സാണ്. പക്ഷെ കൃഷ്ണന്റെ മനസ്സിൽ എന്തില്ല? അവിവേകമില്ല. കൃഷ്ണന്റെ മനസ്സ് എന്നേക്കാളും ഉയർന്ന മനസ്സാണ്. ഇപ്പോ എനിക്ക് ആ മനസ്സില്ല. കൃഷ്ണന്റെ മനസ്സ് എനിക്കില്ല. കൃഷ്ണൻ പറയുന്ന പോലെ യുദ്ധം ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ പിതാമഹന്റെയും ഗുരുവിന്റെയും നെഞ്ചിലേക്ക് അസ്ത്രമെയ്യുമ്പോ എന്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് തളരാതിരിക്കണമെങ്കിൽ എനിക്ക് എങ്ങനെയുള്ള മനസ്സ് വേണം? വിവേകമുള്ളൊരു മനസ്സ് വേണം. അത് ഇന്നെനിക്കില്ല. അർജുനൻ ഒന്നുകൂടി കേണപേക്ഷിക്കേണ, പറയൂ കൃഷ്ണ, കഥം ഭീഷ്മമഹം സാംഖ്യേ ദ്രോണം ച മധുസൂദനാം ഇഷുബി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദനാം. കുട്ടിക്കാലം മുതലേ നമസ്കരിച്ച് പൂജിച്ച് ആദരിച്ച എന്റെ പിതാമഹന്റെ നെഞ്ചിൽ, എന്റെ ഗുരുവിന്റെ നെഞ്ചിലേക്ക് എങ്ങനെയാണ് കൃഷ്ണ ഈ യുദ്ധത്തിൽ അസ്ത്രം ചെയ്യുന്നത്? എനിക്ക് അസ്ത്രം ചെയ്യാൻ സാധിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഭഗവാൻ യാതൊരു തരത്തിലും ഉത്തരം പറയുന്നില്ല. അപ്പോഴേക്കും അർജുനന് മനസ്സിലായി, ഇവിടെ ഞാൻ ശിഷ്യനാവണം, ഇവിടെ ഞാൻ വിനയാന്വിതനാവണം, ഇവിടെ ഞാൻ കൃഷ്ണന്റെ വിവേക മനസ്സ് എനിക്ക് നേടിയെടുക്കണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഞാൻ കൃഷ്ണനിൽ നിന്നും മനസ്സിലാക്കണം. ഒരു നിമിഷം കൊണ്ട് അർജുനൻ അവിവേകത്തിൽ നിന്നും വിവേകത്തിലേക്ക് ഉയരാനുള്ള ശിഷ്യനായി തീർന്നു. പിന്നെ അർജുനൻ പറയുന്നത്, കാർപ്പണ്യദോഷോപഹത സ്വഭാവം പൃച്ഛ്വാമി ത്വം ധർമ്മസമൂഢചേതാം യശ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വം പ്രപന്ന. അവിവേകം കൊണ്ട് വിമൂഢൻ ചേതസ്സായി കഴിഞ്ഞ എനിക്ക് എന്താണ് ശ്രേയസ് എന്നറിയില്ലേ കൃഷ്ണ? വിവേകമുള്ളൊരു മനസ്സുകൊണ്ട് യുദ്ധം ചെയ്യണമെങ്കിൽ അതെനിക്ക് നേടിത്തരണം, അതെനിക്ക് കാണിച്ചു തരണം, അതെനിക്ക് ഉപദേശിച്ചു തരണം. ശിഷ്യ, ഞാൻ അവിടുത്തെ ശിഷ്യ. എനിക്ക് അവിവേകമുള്ള മനസ്സുണ്ടെന്നും ഇനി എനിക്ക് വിവേകമുള്ള ഒരു മനസ്സ് വേണമെന്നും. എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ശിഷ്യന്റെ ലക്ഷണം ഒന്ന്, നമ്മൾ തളർത്തുന്നത് അവിവേകമുള്ള മനസ്സാണെന്ന് ആക്സെപ്റ്റ് ചെയ്യണം. രണ്ടാമത്, വിവേകമുള്ളൊരു മനസ്സ് നേടാൻ വേണ്ടിയുള്ള ജിജ്ഞാസ വേണം, നമ്മൾ അതിനുവേണ്ടി മനസ്സിലാക്കണം. ഇതാണ് ആരുടെ ലക്ഷണം? ശിഷ്യന്റെ ലക്ഷണം. 125 വർഷത്തിൽ 14 വർഷമൊഴികെ കൃഷ്ണന്റെ കൂടെ നടന്ന അർജുനനേക്കാളും, ഒരുപക്ഷെ നിങ്ങൾ ഗീത കേട്ടുമല്ലോ, നിങ്ങൾ പലരും 108 ദിവസം കേട്ടിട്ടുണ്ടാവും. ആ ഗീതയിൽ ഉള്ള അർജുനനേക്കാളും അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മഹാനായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും ഉത്തമോത്തമ സുഹൃത്തായ ഉദ്ധവൻ. അർജുനനൊന്നും അടുത്തെത്തില്ല അത്രയൊന്നും. അത്ര ഡെഡിക്കേറ്റഡ്. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ എന്ത് മുൻകൂട്ടി കാണുന്നുവോ അതേപോലെ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ആളായിരുന്നു ഉദ്ധവൻ. ഭാഗവതത്തിലേക്ക് വരുമപ്പം കാണാൻ നീക്ക്. പിന്നെ മറ്റൊരു പ്രത്യേകത, തന്റെ ജീവിതം മുഴുവൻ അർപ്പിക്കപ്പെട്ടു. കൃഷ്ണൻ അഴിച്ചിടുന്ന വസ്ത്രം ആ വെളിപ്പെടുത്തി കൊടുക്കും. കൃഷ്ണൻ കഴിച്ച എച്ചിൽ പാത്രത്തിൽ ഭക്ഷണം കഴിക്കും. കൃഷ്ണൻ ഉപയോഗിച്ച വിരിയും അതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുക. എന്തിനേറെ കൃഷ്ണന് വേണ്ടി വിവാഹ ജീവിതം, ലൗകിക സുഖം മാറ്റിവെച്ചു ആ ഉദ്ധവര്. കൃഷ്ണന് വേണ്ടി ഗോപികമാരെടുത്ത് ദൂതിന് പോയ ഉദ്ധവര്. ആ ഉദ്ധവര് ഭഗവാൻ ശ്രീകൃഷ്ണൻ 125 വയസ്സിൽ ശരീരം ഉപേക്ഷിക്കാൻ നേരത്ത് ഉദ്ധവരെയോട് പോലും പറയാതെ, ഉദ്ധവരെ കൂട്ടാതെ ഭഗവാൻ പോയപ്പോ പ്രഭാസത്തിൽ വെച്ച് കാൽക്കൽ വീണുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങയുടെ ഭക്ഷണം ഞാൻ കഴിച്ചു, അങ്ങേ അഴിച്ച വസ്ത്രം ഞാൻ ഉടുത്തു, അങ്ങയ്ക്ക് വേണ്ടി ജീവിത സുഖങ്ങൾ ഞാൻ മാറ്റിവെച്ചു. എന്നിട്ട് അങ്ങീ പോകുന്ന സമയത്ത് ഈ ഭക്തനോട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ കൃഷ്ണ? കഥം ഭക്താ ത്യജേമഹി
ഭഗവാനെ ശയ്യാസനാടനസ്ഥാനസ്ഥാന ക്രീഡാസനാദിഷു കഥം ത്വം പ്രിയമാത്മാനം വയം ഭക്താതിജേമഹി നാഹം തവാംഗ്രികമലം ക്ഷണാർദ്ധമപി കേശവാം തെക്തും സമുത്സഹേനാഥ സ്വതാമനയമാമപി. ഇങ്ങനെ കാണിക്കരുത് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഉദ്ധവരോട് മുഖത്തടിച്ച പോലെ അർജുനനോട് പറയുന്നതിനേക്കാൾ ശക്തമായ വാക്കുകളാണ് പറയുന്നത്. ഉദ്ധവരെ, അങ്ങ് 120ഓളം വർഷം എന്റെ കൂടെ ഉണ്ടായി, ശരി തന്നെ. 115ഓളം വർഷം, ശരി തന്നെ. പക്ഷെ 2 സത്യങ്ങൾ അങ്ങ് മനസ്സിലാക്കണം. ഒന്നാമത്തത്, ഒരാൾക്കും മറ്റൊരാളെ കൊണ്ടുപോകാൻ സാധ്യമല്ല. അവനവൻ തന്നെ ഉയർത്തണം. ഒരു കോംപ്രമൈസ് ഇല്ല ഇതില്. ഇത് കേട്ടതും ആ ഉദ്ധവര് അർജുനനെ പോലെ തന്നെ മനസ്സിലായി, തന്നെ തളർത്തുന്നത് കൃഷ്ണന്റെ വിയോഗമല്ല, തന്നെ തളർത്തുന്നത് തന്റെ അവിവേകമുള്ള മനസ്സാണ്. ഇത്രയും കാലം ഞാൻ കൃഷ്ണന്റെ കൂടെ ജീവിച്ചിട്ടും എന്ത് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല? വിവേകമുള്ളൊരു മനസ്സ് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഉദ്ധവര് അർജുനനെ പോലെ, അർജുനനേക്കാൾ ഒരു പടി ഭഗവാന്റെ പാദത്തിൽ തൊട്ടുകൊണ്ട് കൃഷ്ണനോട് പറയുന്നു, നാരായണം നരസകം ശരണം പ്രപദ്യേ. നാരായണം നരസകം ശരണം പ്രപദ്യേ. ആ പരമഗുരുവായിരിക്കുന്ന നാരായണ, അവിടുത്തെ പാതാരബിന്ദത്തിൽ ഞാനിതാ നമസ്കരിക്കുന്നു. എനിക്കറിയില്ല എന്നെ എങ്ങനെയാണ് ഉയർത്തേണ്ടത്. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട്. എന്റെ അവിവേക മനസ്സ് എന്നെ തളർത്തുന്നു. ഈ ദുരന്തത്തെ കാണാൻ, യാദവ വംശത്തിന്റെ നാശം കാണാൻ, ഈ ദ്വാരകയുടെ അധപ്പതനം കാണാൻ ശക്തി എന്റെ മനസ്സിനില്ല. അങ്ങ് ഇവിടുന്ന് വിട്ടുപോകുന്നത് കാണാൻ എന്റെ മനസ്സിന് ശക്തിയില്ല. അതുകൊണ്ട് എന്റെ മനസ്സിനെ ഉയർത്താൻ ഞാനിതാ വിനീത ശിഷ്യനായി അങ്ങയുടെ പാതാരബിന്ദത്തിൽ നമസ്കരിക്കുന്നു. 115ഓളം വർഷം കൂടെ നിന്ന ഉദ്ധവരെ ഒരു ശിഷ്യനായപ്പോഴാണ് പിന്നീട് ഭഗവാൻ ഉദ്ധവർക്ക്, നമ്മൾ ഭഗവത്ഗീത കേൾക്കുന്നത് പോലെ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ഗീതയാണ് ഉദ്ധവഗീത. ഭഗവാൻ ഉദ്ധവ ഉപദേശം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ശിഷ്യന് വേണ്ടുന്ന കഴിവുകളാണ് ഒന്ന് അക്സെപ്റ്റൻസ്, രണ്ടാമത്തത് മനസ്സിനെ ഉയർത്തണമെന്നുള്ള ജിജ്ഞാസ. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ആധ്യാത്മികമായി ഉയരാൻ സാധിക്കും. അതുകൊണ്ട് ഭാഗവതത്തിൽ ഭക്തന്റെ ലക്ഷണം പറയുന്നത്, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഭക്തൻ എന്ന് പറയുന്നത് അമ്പലത്തിൽ തൊഴുന്നവരൊക്കെ ഭക്തന്മാരാണ്, അല്ലേ? അങ്ങനെയല്ലേ? ആണോ അല്ലയോ? എന്നാൽ ഭാഗവതത്തിൽ ഭക്തന്റെ ലക്ഷണം പറയുന്നത് ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. ഭാഗവതം ഞാൻ പറഞ്ഞില്ലേ, വേദമാണ് പറയുന്നത് എന്നുള്ളത്. അപ്പം ഭാഗവതത്തിൽ പറയുന്ന ഭക്തന്റെ ലക്ഷണം ജിജ്ഞാസ. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാനുള്ള ആഗ്രഹം. വെറുതെ നമ്മൾ അറിയാനുള്ള ആഗ്രഹം എന്ന് പറയരുതേ. എന്തിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം? അയ്യോ, ഭഗവാനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേണ്ടാത്ത, ഞാൻ പറഞ്ഞില്ലേ കേട്ടതൊക്കെ മാറ്റിവെക്കണം എന്ന്. അതൊക്കെ നിങ്ങൾ ആ ഉപ്പ് കയറ്റി വെച്ചു. അപ്പോഴേക്കും ഞാൻ ആ ഉറുമ്പിന്റെ കഥ അതിനാണ് ആദ്യം പറഞ്ഞത്. ഉപ്പ് മാറ്റിവെക്കണം, ഉപ്പ് മാറ്റിവെക്കണം എന്ന്. ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് തന്റെ അവിവേകമുള്ള മനസ്സിനെ നിന്നും വിവേകത്തിലേക്ക് ഉയർത്താനുള്ള, അതിനെക്കുറിച്ച് അറിയാനുള്ള, എങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചാലാണ് എന്റെ മനസ്സ് വിവേകത്തിലേക്ക് എത്തുക. അപ്പൊ എന്താ, ഭഗവാനെ കുറിച്ചൊന്നും അറിയേണ്ട സ്വാമി? അറിയാം, ആയിട്ടില്ല, ആദ്യം ഉറപ്പിക്കും. ഉദ്ധവര് എന്നെ ഭഗവാനിലേക്ക് എത്തിക്കൂ എന്നല്ല പറയുന്നത്. അർജുനനതാണോ പറഞ്ഞത്? അല്ല. ഭഗവാൻ അർജുനനോട് പറയുന്നത് എല്ലാം ഭഗവാൻ നോക്കുന്നാണോ പറഞ്ഞിരിക്കുന്നത്? നീ യുദ്ധം ചെയ്തോളൂ, എവറിത്തിങ് ഐ വിൽ ടേക്ക് കെയർ എന്നാണോ പറഞ്ഞത്? അല്ല. അർജുന, നിന്റെ മനസ്സിനെ തളർത്തുന്നത് ദുര്യോധനനും ഈ ഭീഷ്മ പിതാമഹനും നിന്റെ ഗുരു ദ്രോണാചാര്യനൊന്നല്ല. നിന്റെ മനസ്സിനെ തളർത്തുന്നത്
അവിടുത്തെ അവിവേകമുള്ള മനസ്സാണ്. ഉദ്ധവരോടും പറയുന്നത് എനിക്ക് അങ്ങയെ കൊണ്ടുപോകാൻ സാധ്യമല്ല, അങ്ങയെ തളർത്തുന്നത് അവിവേകമുള്ള മനസ്സാണ്. അപ്പോ ജിജ്ഞാസ എന്തിനെ കുറിച്ചാ വേണ്ടത്? ദൈവത്തിനെ കുറിച്ച് അറിയാൻ വേണോ? അതോ അതെന്താ സ്വാമി, നമുക്ക് നേരെ ദൈവത്തിലേക്ക് പോയിക്കൂടെ? എന്തിനാ നിങ്ങൾ ഈ ഇടയ്ക്ക് വിവേകം എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കണോ? ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ ആരുടെ മനസ്സിനെ ദൈവത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ? വിവേകം എന്ന് പറഞ്ഞാൽ സമബുദ്ധിയുള്ളവരുടെ. ആ ശ്ലോകം മറക്കരുത്. ഭഗവാൻ ഉറപ്പു പറയുന്നു, ആർക്കെന്നിലേക്ക് എത്താം? ആരുടെ മനസ്സാണോ സംനിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയാം തേ പ്രാപ്നുവന്തി മാം ഏവ. തേ പ്രാപ്നുവന്തി മാം ഏവ. മനസ്സിലാവുമല്ലോ? തേ പ്രാപ്നുവന്തി മാമേവ. അവരെന്നെ പ്രാപിക്കും. ആര്? സർവത്ര സമബുദ്ധിയ. ഇതേ കാര്യം തന്നെ ഉദ്ധവരോട് പറയും. വിഷയാന്ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ മാമനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. വിഷയാൻ ധ്യായത ചിത്തം. വിഷയാൻ ധ്യായത ചിത്തം. വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചിത്തം. ഭഗവാൻ പറയുന്നു വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു. വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ് മാം അനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. എന്നെ അനുസ്മരിക്കുന്ന ചിത്തം, നിരന്തരം സ്മരിക്കുന്ന ചിത്തം എന്നിലേക്ക് ലയിക്കുന്നു. അപ്പോ ക്രമേണ ക്രമേണ മനസ്സ് ആരിലേക്ക് ലയിക്കണം? ഭഗവാനിലേക്ക്. എന്നാ നമ്മുടെ യാത്ര പൂർത്തിയായി. ഇനി ഒന്ന് മുഴുവൻ പറഞ്ഞ് ഞാൻ ഉറപ്പിക്കാം. നാളെ മുതൽ നമുക്ക് ഇതിന്റെ ബേസിലാണ് പറയാനുള്ളതൊക്കെ. ഇതാണ് വേദസാരം. ഒന്നാമത്തത് വേദസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന ജിജ്ഞാസ. എന്തായിരുന്നു ചോദ്യം? ശരീരത്തെക്കുറിച്ചായിരുന്നില്ല അവരുടെ ചിന്തകൾ, മനസ്സിനെക്കുറിച്ചായിരുന്നു. മനസ്സിനെക്കുറിച്ചുള്ള ചോദ്യം എന്തായിരുന്നു? മനസ്സ് എവിടെ നിന്ന് വന്നു? അപ്പൊ അവർക്കതിന്റെ യുക്തി കണ്ടെത്തി ശരീരത്തെ എന്താണോ നിലനിർത്തുന്നത് അത് തന്നെയായിരിക്കണം മനസ്സിനെ നിലനിർത്തുന്നത്. ശരീരത്തെ നിലനിർത്തുന്നത് പ്രകൃതിയാണ്, പഞ്ചമഹാഭൂതങ്ങളാണ്. അതുകൊണ്ട് അത് തിരിച്ചു പോവേണ്ടതും പഞ്ചഭൂതം. മനസ്സിനെ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമുള്ളത് കൊണ്ടാണെങ്കിൽ അതിന് തിരിച്ചു പോവേണ്ടതും അപ്പൊ അവിടെ പറഞ്ഞു അങ്ങനെ മനസ്സതിൽ എത്തിച്ചേരുന്നതാണ് മോക്ഷം. ശരീരം പ്രകൃതിയിലേക്ക് ചേരുമ്പോ ശരീരത്തിനും മോക്ഷം കിട്ടി. മനസ്സ് അതിന്റെ ഉറവിടമായ ചൈതന്യത്തിലേക്ക് ചേരുമ്പം അതിനും പൂർണ്ണം ഇതുമായി, അതും പൂർണ്ണമായി, പൂർണ്ണം അവശേഷിച്ചത്. അപ്പോ അവരുടെ ചോദ്യം ഇതായിരുന്നു, അത് പൂർണ്ണമായിട്ടില്ലെങ്കിലോ വീണ്ടും തിരിച്ചു വരേണ്ടത്. എത്ര ജന്മം അതിലേക്ക് എത്തിച്ചേരുന്നത്? അപ്പൊ അതിലേക്ക് എത്തണമെങ്കിലോ എങ്ങനെയുള്ള മനസ്സിനെ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ? അപ്പൊ അവർക്ക് മനസ്സിലായി, വിവേകമുള്ള സമബുദ്ധിയുള്ള മനസ്സിനെ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? എങ്ങനെയുള്ള മനസ്സ് വേണം? ആ വിവേകമുള്ള മനസ്സുണ്ടാവണമെങ്കിൽ ഞാൻ ശിഷ്യനാവണം. രണ്ട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഒന്ന്, എന്ത് സംഭവിച്ചാലും എന്നെ തളർത്തുന്നത് ചുറ്റുപാടല്ല, എന്റെ എങ്ങനെയുള്ള മനസ്സ്? അവിവേകമുള്ള മനസ്സ്. അപ്പൊ എനിക്ക് എങ്ങനെയുള്ള മനസ്സ് വേണം? വിവേകം. അത് നേടിയെടുക്കാൻ എനിക്ക് ജിജ്ഞാസ വേണം. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നല്ലവണ്ണം കേട്ട് ഭാഗവതവും എന്തു പഠിക്കുമ്പോഴും എന്റെ അവിവേക മനസ്സിനെ ഞാൻ ക്രമേണ ക്രമേണ മാറ്റി എന്താക്കി കൊണ്ടുവരണം? വിവേകമുള്ള മനസ്സാക്കി കൊണ്ടുവരണം.